അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ஆண்டவருடைய பரிசுத்தமுள்ள நாமம் தருவேளையிலே மகிமைப்படுவதாக. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുകയാണ്. மீண்டும் வரக்கூடிய இயேசு கிறிஸ்து நாமத்தினாலே வந்திருக்கிற அனைவருக்கும் எங்களுடைய வாழ்த்துதலை தெரிவித்துக் கொள்கிறோம். ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ റസൽ, തൻ്റെ കുടുംബം, അതോടൊപ്പം തന്നെ സ്റ്റേജിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, இந்த சபையினுடைய போதகராக இருக்கக்கூடிய பாஸ்டர் ரசல் அவர்கள், அவருடைய குடும்பத்தார், மேடையில் அமர்ந்திருக்கக்கூடிய அத்தனை தெய்வ ஊழியர்கள், ആമേൻ, എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. வந்திருக்கிற அத்தனை பேருக்காய் நான் தேவனை ஸ்தோத்திரிக்கிறேன். കഴിഞ്ഞ 2 രാത്രികളിൽ നിങ്ങളുടെ നടുവിൽ ദൈവവചനവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് കൃപ തന്നു. கடந்த 2 நாட்களாக உங்கள் நடுவில் கர்த்தருடைய வார்த்தையை பகிர்ந்து கொள்ள தேவன் எனக்கு உதவி செய்தார். ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കണം. ദൈവവേളയിലെ കർത്തർ നമ്മോട് பேசும்படியாக നാം ജപത്തോട് നമ്മ കാത്തിരിപ്പോം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ തന്നു. கடந்த நாட்களெல்லாம் தேவனுடைய செயல்களை நாம் பார்க்க தேவன் நமக்கு உதவி செய்தார். ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ഇന്നത്തെ വേളയിലെ ആവിയാനവർ നമ്മോട് പേசுவாராக. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജേന്ദ്രൻ അവர்களுக்காக ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. எனக்கு மொழிபெயர்ப்பாளராக இருக்கக்கூடிய பாஸ்டர் ராஜேந்திரன் அவர்களை நினைத்து தேவனை துதிக்கிறேன். സാധാരണ വലിയ സ്പീഡിൽ ശുശ്രൂഷിക്കുമ്പോൾ കൂടെ നിൽക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. மிக வேகமாக பிரசங்கம் பண்ணும்போது அதை தொடர்ந்து அதோடு வருவது எளிதானது ஒன்று அல்ல. എന്നാൽ കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ஆனால் கர்த்தருடைய தாசனுக்கு தேவன் கொடுத்த ஆசீர்வதிக்கப்பட்ட கிருபைகளை நினைத்து தேவனை துதிக்கிறேன். അനേക ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും പ്രിയ കർത്തൃഭൃത്യൻ കുടുംബമായി അനുഗ്രഹമായിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേക ஊழியர்களுக்கும் சபைகளுக்கும் கர்த்தருடைய தாசன் குடும்பமாக பிரயோஜனமாக இருக்கிறது நினைத்து தேவனை துதிக்கிறேன். ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇടയ്ക്കിടെ നാം ആണ്ടുടെ വാർത്തയ്ക്ക് നേരായി കടന്നു വരുമ്പോഴ് നാം പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കണം. നാം ജപത്തോട് നാം കാത്തിരിക്ക வேண்டும். പാസ്റ്ററിന്റെ പ്രസംഗം നല്ലതാണെന്നൊക്കെ പറഞ്ഞുള്ളതായ ഒരു തൃപ്തി ആമേൻ കേട്ടിട്ട് പോകാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പാഷ നല്ല പ്രസംഗം பண்ணார் என்று சொல்லிவிட்டு போகல நாம் வந்திருப்பது. ആമേൻ, പാസ്റ്ററിന്റെ പ്രസംഗം കൊള്ളായിരുന്നു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പാഷയുടെ പ്രസംഗം നന്നായിരിക്കുന്നത് എன்கிற ഒരു സാന്നിധ്യം ഇങ്ങ தேவை கிடையாது. ആമാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം. ആവിയാനവർ ഉങ്ങളോട് ഇടപെടുகிறார் என்பதுதான் மிக முக்கியமான ஒன்று. അത് ആര് പ്രസംഗിച്ചാലും ദൈവത്തിന്റെ വചനമാണ് ക്രിയ ചെയ്യുന്നത്. யார் പ്രസംഗം பண்ணினாலும் தேவனுடைய வார்த்தைகள் தான் கிரியை செய்வது. ഞങ്ങളെല്ലാം ഒരു ഉപകരണങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. நாங்கள் எல்லாருமே அவருடைய கரத்தில் உபகரணங்களாக இருக்கிறோம். എന്നെക്കാൾ ശക്തരായി ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ, ആമേൻ, പ്രായത്തിലും പക്വതയുള്ള ദൈവദാസന്മാർ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. என்னை விட வல்லமையாய் பிரசங்கிக்கக்கூடிய, என்னை விட வயதில் மூத்த, அனுபவத்தில் சிறந்த ஊழியர்கள் இங்கே இருக்கிறார்கள். ആമേൻ. ഞാൻ ഒരു സത്യം പറയട്ടെ, ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിലെ ചെറിയ ഉപകരണങ്ങൾ മാത്രമാണ്. நாங்கள் எல்லாரும் தேவனுடைய கரத்தில் ஒரு சிறிய ஒரு உபகரணங்களாக இருக்கிறோம். എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിത്ത് നമ്മളിൽ വിതയ്ക്കപ്പെടണം. നമ്മുടെ வாழ்க்கையில் ஏதாவது ஒரு மாற்றத்தை தேவன் உண்டு பண்ண வேண்டுமானால் பரிசுத்த ஆவியானவருடைய அந்த விதை നമ്മുടെ ഉള്ളത്തിൽ വിതയ്ക്കപ്പെட வேண்டும். ചില വിത്തുകൾ വഴിയരികെ വീഴും, അതിലെ നടന്നു പോകുന്നവർ അതിനെ ചവിട്ടിക്കളയും. சில விதைகள் வழியோரமாய் விழுகிறது, நடந்து போகிறவர்கள் மிதித்து செல்கிறார்கள். ആമേൻ. ചില വിത്തുകൾ മുള്ളിനിടയിൽ വീഴും, അത് മുള്ള് ഞെരുക്കിക്കളയും. சில விதைகள் முள்ளுள்ள இடங்களில் விழுகிறது, அது முட்கள் நெருக்கி போடுகிறது. ചില വിത്തുകൾ പാറകളിൽ വീഴും, അത് പെട്ടെന്ന് കിളിർത്തു വരും, വെയിലടിക്കുമ്പോൾ അത് ഉണങ്ങിപ്പോകും. சில விதைகள் பாறை இடங்களில் விழுகிறது, சீக்கிரம் முளைத்தாலும் வெயில் ஏறும்போது தீந்து போகிறது. എന്നാൽ ചില വിത്തുകൾ നല്ല നിലത്ത് വീഴും, അത് 30, 60, 100 മേനിയായി വിളയും. ஆனால் சில விதைகளோ நல்ல நிலத்தில் விழுந்து அது 30, 60, 100மாக பலனளிக்கிறது. ഇന്ന് രാത്രി കേൾക്കപ്പെടുന്ന വചനം ഹൃദയമാകുന്ന ആമേൻ നല്ല കൃഷിസ്ഥലത്ത് വീഴുവാൻ തക്കവണ്ണം ഇടയാകണം. இன்றைக்கு ராத்திரி வேளையில் கேட்க போகிற வசனங்களாகிய விதையானது இருதயமாகிய நல்ல நிலத்தில் விழுவதாக. ആമേൻ. ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. தன் ஆயத்தமாய் இருக்கிறவர்களை சேர்த்துக் கொள்ளும்படியாக தான் இயேசு வருகிறார். വിശുദ്ധ വേദപുസ്തകത്തിൽ 10 കന്യകമാരുടെ ചരിത്രം നമുക്ക് ആമേൻ ദൃഷ്ടാന്തം ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ വേദാഗമത്തിലെ 10 കന്യകകളെ കുറിച്ച ഓമയെ യേശു சொன்னார். മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധികാരത്തിലെ കാണാൻ കഴിയും. 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. 5
പേർ കന്യകകൾ ബുദ്ധിയുള്ളവർ, മറ്റ് 5 പേര് ബുദ്ധിയില്ലാത്തവരായിരുന്നു. 5 കന്യകകൾ ബുദ്ധിയറ്റവർ. അവരുടെ ജീവിതത്തിൽ അവരും ഒരേ ദർശനത്തോടു കൂടി ഇറങ്ങി തിരിച്ചവരാണ്. അവர்கள் எல்லாரும் தங்களுடைய வாழ்க்கையில ஒரு தரிசனத்தோடு வந்தவர்கள். ആമേൻ. അവർ മണവാളന്റെ വരവിന് വേണ്ടി ആമേൻ വന്നവരായിരുന്നു. அவர்கள் எல்லாரும் மணவாளனுடைய வருகைக்காக வந்தவர்கள். എന്നാൽ 5 പേരുടെ കയ്യിൽ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു. 5 പേരുടെ കയ്യിലെ പാത്രങ്ങളിൽ എണ്ണ കൊണ്ടുവந்தார்கள். 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. 5 പേരുടെ വിളക്കിൽ എണ്ണയും ഇരുന്നത്. എന്നാൽ 5 പേരുടെ കയ്യിൽ അവരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. மீதி 5 பேருடைய கையிலே எண்ணெயிலே விளக்கில் எண்ணெய் இல்லை. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, இன்றைக்கு இரவில் சொல்கிறேன், ആമേൻ, പ്രതിസന്ധികളുടെ നടുവിൽ തീ കത്തിക്കണമെങ്കിൽ, വിളക്ക് കത്തിക്കണമെങ്കിൽ അതിനകത്ത് എണ്ണ വേണം. പോരാട്ടത്തിന്റെ നടുവിൽ ഉൻ വിളക്ക് എരിഞ്ഞു പ്രകാശിക്ക വേണ്ടുമെന്നാൽ അതற்குள் എണ്ണ ആവശ്യം. നല്ല നിലത്ത് വീഴുന്ന വിത്തിനെ മാത്രമേ വളരാൻ പറ്റുകയുള്ളൂ. നല്ല നിലത്തിൽ വീഴக்கூடிய വിதை தான் വളർന്ന് അത് കനി തര முடியும். ആമേൻ. സുവിശേഷത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. സുവിശേഷത്തിൽ വിധമായി பார்க்கிறோம். They took an extra jar with oil in that. അവർ വിളക്കോട് കൂടെ വേറെ പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നു എന്നാണ് പറഞ്ഞത്. കന്യകകൾ ബുദ്ധിയുള്ളവர்கள் തങ്ങളുടെ വിളക്കോട് എണ്ണയോട് വേറെ പാത്രത്തിൽ എണ്ണയും കൊണ്ടുവന്നാർ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കാരണം എന്നവെന്ന് കേട്ടാൽ, ഈ വിളക്കിൽ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലെ എണ്ണ ഏത് സമയത്തും തീർന്നു പോകും. இப்பொழுது அந்த விளக்கில் இருக்கக்கூடிய எண்ணெயானது அந்த விளக்கானது எந்த நேரமும் அது எண்ணெய் தீர்ந்து போகும். എത്ര നാൾ കാത്തിരിക്കണമെന്ന് അവർക്കറിയത്തില്ല. நீ எவ்வளவு நேரம் காத்திருக்க வேண்டும் என்று தெரியாது. മണവാളൻ എപ്പം വരുമെന്ന് അവർക്കറിയത്തില്ല. മണവാളൻ എപ്പോഴും വരുവാർ എന്ന് தெரியாது. ആമേൻ. അങ്ങനെയെങ്കിൽ ഇത് കുറച്ചു നാൾ കത്തിക്കഴിഞ്ഞതിന്റെ അകത്തെ എണ്ണ തീർന്നു പോയാൽ, ഒരുവേള ഇത് கொஞ்ச നേരം അത് എരിந்து പ്രകാശിത്ത് എണ്ണ முடிந்து പോനാൽ, അന്നേരം എണ്ണയ്ക്ക് പോകാൻ പറ്റത്തില്ല. அந்த நேரம் எண்ணெய் தேடி அலைய முடியாது. അതുകൊണ്ട് അവർ വേറെ പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നു. எனவே வேற பாத்திரத்தில் எண்ணெய் கொண்டு வந்தார்கள். ഇന്ന് രാത്രി മക്കളോട് ഞാൻ ഒരു സത്യം ഓർപ്പിക്കട്ടെ. இரவில் உங்களுக்கு ஒரு சத்தியம் சொல்கிறேன். ആമേൻ. ബുദ്ധിയുള്ളവർക്ക് അറിയാമായിരുന്നു മണവാളൻ വരുമ്പം കടം വാങ്ങിച്ച് ആമേൻ വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ലെന്നുള്ളത്. ബുദ്ധിയുള്ളവർക്ക് നന്നായി தெரியும் മണവാളൻ വരുമ്പോൾ എണ്ണ ഇല്ല എന്നാൽ കടം വാങ്ങ முடியாது என்று. ആമേൻ. ഒരു സത്യം ദൈവമക്കൾ ഓർക്കണം. ഒരു സത്യത്തെ പുരിതു കൊള്ള வேண்டும். ആമേൻ. ക്രിസ്തീയ ജീവിതം കടം വാങ്ങിച്ചുള്ള ജീവിതമല്ല. ക്രിസ്തവ வாழ்க்கை என்பது കടം വാങ്ങി ചെയ്യக்கூடிய ഒരു வாழ்க்கை அல்ல. ഭാര്യയ്ക്കുള്ളത് കൊണ്ട് ഭർത്താവിന് കിട്ടണമെന്നില്ല. മனைவிக்கு இருப்பதனால் அது கணவனுக்கு கிடைக்கும் என்று இல்லை. അല്ലെങ്കിൽ മക്കൾക്കുള്ളത് കൊണ്ട് മാതാപിതാക്കന്മാർക്ക് കിട്ടണമെന്നില്ല. പിള്ളേർക്ക് ഇരുപ്പതിനാലെ പെற்றோருக்கு ഉണ്ടാകും என்று അർത്ഥം ഇല്ല. വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു. പരിശുദ്ധ വചനം ഈ വിധമായി ചൊല്ലുகிறது. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അവനവൻ തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത എല്ലാ செயல்களுக்காக തക്ക ബലனை അടയുംപടി നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെട வேண்டும் എന്ന് ചൊല്ലുகிறது. അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തികൾക്കുമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടത്. எனவே ஒவ்வொரு தனிப்பட்ட நபர்களும் அவர்கள் தனித்தனியாய் கிறிஸ்துவின் ന്യായാസനத்துக்கு മുമ്പായി നിൽക്ക പോകുகிறார்கள். ഭാര്യയ്ക്ക് പകരം ഭർത്താവും ഭർത്താവിന് പകരം ഭാര്യയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. കണവനുക്ക് ബദലാக മனைவிയോ മனைவிക്ക് ബദലായി കണവനോ അങ്ങ് നിൽക്ക முடியாது. തന്നെത്താൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. ഓരോരുത്തരും തനിയാക തന്നെത്താനെ ന്യായാസനത്തിന് മുമ്പായി നിർത്ത வேண்டும். ഒരു കുടുംബത്തെ ഒന്നിച്ചല്ല ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, തന്നെ തന്നെയാണ് ന്യായം വിധിക്കുന്നത്. ഒരു മുഴു കുടുംബത്തെ കൊണ്ടുവന്ന് ദൈവം ന്യായം തീർക്ക പോകുന്നതിൽ മൊത്തமாக മാറാക തനിത്തനെയായി ന്യായം തീർപ്പാൻ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവപൈതലേ, നിന്നിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് നിന്നിൽ തന്നെയാണ് വിതയ്ക്കപ്പെടേണ്ടത്, നിന്നിലാണ് വളരേണ്ടത്. அப்படியானால் தேவ பிள்ளைகள் கேட்கக்கூடிய விதையாகிய வசனம் அது எல்லாருக்கும் நடுவில் அல்ல, உன் நடுவில் உன் இருதயத்தில் அது விதைக்கப்பட வேண்டும். ആമേൻ. 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നെന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർക്കറിയാമായിരുന്നു ആമേൻ മണവാളന്റെ വരവെങ്കിൽ അവര് പോകണമെങ്കിൽ ആമേൻ വേറെ പാത്രത്തിൽ എണ്ണയുണ്ടെങ്കിലേ മതിയാകുകയുള്ളൂ. 5 பேர் புத்தியுள்ளவர்களாய் இருக்கிறார்கள். அதோட காரணம் என்னவென்று சொன்னால் அவர்களுக்கு தெரியும் மணவாளன் வரும்போது ஆமென் பார்த்து அந்த எண்ணெய் அந்த விளக்கில் ஊற்றுவதற்கு தனியா எண்ணெய் வேண்டும் என்று அறிந்தார்கள். ഇന്ന് രാത്രി പ്രിയ ദൈവപൈതലേ, വചനം നിന്റെ ഹൃദയത്തിൽ കയറണം. രാത്രി വേളയിലെ ദൈവ പിള്ളേ വചനം ഹൃദയത്തിൽ പ്രവേശിക്ക வேண்டும். എങ്കിൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. அப்படியானால் മാത്രമേ ഉൻ வாழ்க்கையில் வரக்கூடிய എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ ഉന്നാലെ നിലനിൽക്ക முடியும். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുവാൻ ദൈവാവിയൻ നമ്മോട് ഇന്ന് രാത്രിയിലെ പേശുവാറാ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. എല്ലാവരും ജപത്തോടെ നാം കാത്തിരിപ്പோம். ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം നിരൂപം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 10ാമത് അധികാരം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഇന്ന് രാത്രി കടന്നു വരാം. 17ാவது വചനത്തിലേക്ക് നേരായി കടന്നു വരலாம். ஆதலால் விசுவாசம் கேள்வினாலே வரும், கேள்வி தேவனுடைய வசனத்தினாலே வரும். ആമേൻ.
വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയിനാലെ വരും, കേൾവി ദേവന്റെ വസനത്തിനാലെ വരും. ആമേൻ. ഈ വേദഭാഗം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ இந்த வேத வசனத்தை நாம் ஆராய்ந்து பார்க்கும்போது ദൈവത്തിന്റെ ദാസനായ പൗലോസ്ലീഹ ആമേൻ തന്റെ വേദശാസ്ത്രത്തിന്റെ അറിവിൽ നിന്ന് ദൈവാത്മാവിനാൽ എഴുതപ്പെടുന്നതായ ഒരു ദൈവവചനമാണ്. அப்போஸ்தலனாகிய பவுல் தன்னுடைய வேத அறிவின் மூலமாக இந்த வசனத்தின் ஆழங்களை காண்க எழுதுகிறதாய் பார்க்கிறோம். ഈ റോമാലേഖനം മുഴുവനായി നാം എടുത്ത് പരിശോധിക്കുമ്പോൾ இந்த ரோமர்கள் நிருபத்தை முழுவதும் வாசிக்கும் பொழுது അതിന്റെ പ്രാരംഭ 7 അധ്യായങ്ങൾ നാം എടുത്ത് പരിശോധിച്ചാൽ அதனுடைய முதல் 7 அதிகாரங்களை நாம் ஆராய்ந்து பார்த்தால் ആമേൻ ന്യായപ്രമാണവും വിശ്വാസവും തമ്മിലുള്ളതായ വലിയ അന്തരത്തെ പറ്റി പഠിപ്പിക്കുകയാണ്. ന്യായ പ്രമാണத்துக்கு விசுவாசத்துக்கு இடையே இருக்கக்கூடிய வேறுபாடுகளை கற்றுத் தருகிறார். ആമേൻ. വ്യക്തമായി താൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു. அங்கே விதமாய் சொல்லுகிறார். ആമേൻ വിശ്വാസത്താൽ ആണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്ന് താൻ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിനാൽ ആബ്രഹാം നീതിമാനായി മാറിനാൻ എന്ന് വേദത്തിൽ അവർ சொல்லுகிறார். നിന്റെ പ്രവൃത്തി മുഖാന്തരമല്ല നീ നീതീകരിക്കപ്പെട്ടത്, ക്രിയകളിനാൽ അല്ല നീ നീതിമാനായി മാറ്റപ്പെട്ടത്, വിശ്വാസത്തിനാലാണ് നീ നീതീകരിക്കപ്പെട്ടത്. വിശ്വാസത്തിനാൽ നീതിമാനായി മാറ്റപ്പെട്ടിരിக்கிறாய். യൂദഗണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നതായ അബ്രഹാമിനെയാണ് പൗലോസ് ദൈവാത്മാവിനാൽ അവരുടെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. யூத மக்களுடைய தலைவராய் இருக்கக்கூடிய பிதாவாய் இருக்கக்கூடிய ஆபிரகாமை தான் பவுல் இங்கே முன்னிறுத்துகிறார். ആമേൻ. പൗലോസ് പറയുന്നത് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ ക്രിയയാലല്ല തന്റെ വിശ്വാസത്താലാണ്. இங்கே பவுல் சொல்கிறார், ஆமென், ஆபிரகாம் நீதிமானாய் மாற்றப்பட்டது அவருடைய கிரியினால் அல்ல, மாறாக விசுவாசத்தினாலே. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. இந்த ராத்திரியில் நீங்கள் புரிந்து கொள்ள வேண்டிய ஒரு காரியம் ഒരു இருக்கிறது. വലിയ ആമേൻ നീതിന്യായ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെയാണ് റോമാലേഖനത്തിൽ നിന്ന് പൗലോസ് ദൈവസഭയോട് യൂദമതത്തോടും ശക്തമായി പ്രതിവാദിക്കുന്നത്. ஒரு பெரிய கோர்ட்டுக்கு முன்பாக நிற்பது போல தான் யூத மக்களுக்கு இந்த ரோம நிருபத்தின் மூலமாய் பவுல் விளக்குகிறார் இதை. കാരണം എന്തെന്ന് ചോദിച്ചാൽ യൂദമതം ശക്തമായി ന്യായപ്രമാണത്തിനും പ്രവൃത്തിക്കും അവര് ആമേൻ സാഹചര്യമായി നിൽക്കുകയാണ്. ஏனென்றால் யூத மக்கள் பொதுவாக நியாய பிரமாணத்துக்கும் அதனுடைய கிரியைகளுக்கு தான் முதலிடம் கொடுத்து கொண்டு வந்தார்கள். അവരുടെ പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികളെയാണ് അവർ മുമ്പിൽ വിളിച്ചു കൊണ്ടുവരുന്നത്. പിതാക്കൾ ചെയ്ത செயல்களை தான் அவர்கள் முன்னிறுத்தினார்கள். അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ദാസനായ പൗലോസ് അബ്രഹാമിനെ തന്നെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. எனவே அப்போஸ்தலனாகிய பவுல் அதன் நிமித்தமாக தான் ஆபிரகாமை கொண்டு வந்து நிறுத்துகிறார். എന്നിട്ട് പറയുന്നുണ്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പ്രവൃത്തിയാലല്ല. பவுல் இங்கே கற்றுக் கொடுக்கிறார், ஆபிரகாம் நீதிமானாய் மாறினது அவருடைய கிரியையினால் அல்ல, അവൻ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. அவர் நீதிமானாய் மாற்றப்பட்டது விசுவாசத்தினாலே. ഒരു സത്യ ദൈവമക്കൾ മനസ്സിലാക്കണം. ஒரு സത്യത്തെ புரிந்து கொள்ள வேண்டும். ദൈവത്തിന്റെ ആത്മാവ് അബ്രഹാമിനോട് സംസാരിച്ചു. தேவனுடைய ஆவியானவர் ஆபிரகாமோடு பேசினார். അബ്രഹാമേ, നിന്റെ സ്വന്തം പട്ടണമായ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു വേർതിരിക്കുന്ന, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് പറഞ്ഞു. ஆபிரகாமே, நீ இருக்கக்கூடிய கல்தேய தேசமாகிய இந்த ஊர் பட்டணத்தை விட்டு நான் காண்பிக்கிற தேசத்துக்கு நீ போ என்று சொன்னார். അബ്രഹാം അത് അനുസരിച്ചു. ஆபிரகாம் அதற்கு கீழ்ப்படிந்தார். അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോ ஆபிரகாம் அவன் வரும் பொழுது അവൻ ഇറങ്ങി തിരിച്ചത് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ அவன் இறங்கி போனது எங்கே என்று சொல்லி கேட்டான். കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്കാണ്. அங்கே காண்பிக்கக்கூடிய தேசத்துக்கு. ഇതുവരെ കാണിച്ചിട്ടില്ല, இதுவரைக்கும் அவன் பார்க்காத காண்பிக்கப்படாத தேசம். എന്നാൽ ഇനി കാണാൻ പോകുകയാണ്. ஆனால் இப்பொழுது புதிதாக இதை காண போகிறான். അതെങ്ങനെ കാണുവാൻ കഴിയും? அவன் எப்படி அதை பார்க்க முடியும்? വിശ്വാസത്താലാണ് കാണാൻ കഴിയുന്നത്. വിശ്വാസത്തിനാലെ കാണ முடியும். അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, எனவேதான் பவுல் சொல்கிறார், അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ஆபிரகாம் நீதிமானாய் மாறினது ആമേൻ പ്രവൃത്തിയാലല്ല, அவருடைய கிரியைகளினால் அல்ல, വിശ്വാസത്താലാണ്. அவருடைய விசுவாசத்தினாலே. ഒരു സത്യ ദൈവമക്കളെ ஒரு മനസ്സിലാക്കണം. സത്യത്തെ പുരിഞ്ഞു കൊള്ള வேண்டும். യൂത മതത്തോട് യൂത ജനത്തോട് പൗലോസ് ഇത് പറയുമ്പോ, யூத மக்களோடு பவுல் இதை சொல்லும் பொழுது അവർക്ക് പറയുവാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. அவர்களுக்கு சொல்லக்கூடிய अनेक நியாய காரணங்கள் இருந்தது. ഞങ്ങൾക്ക് ലഭിച്ചതായ ന്യായപ്രമാണം, எங்களுக்கு நியாயப்பிரமாணம் கிடைத்திருக்கிறது. അത് അബ്രഹാമിൽ കൂടി തലമുറകളിൽ കൈമാറി ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചതാണ്. അബ്രഹാം മൂലமாக തലമുறை തലമുറയായി എങ്കിടത്തിൽ വന്നിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണത്തിൽ அங்கே எங்களுக்கு கிடைத்திருக்கிற அந்த பிரமாணத்தின்படி ഞങ്ങൾക്കൊരു പ്രവൃത്തി പ്രാധാന്യമാണ്. எங்களுக்கு ஒரு செயல் முக்கியமாய் இருக்கிறது. എന്നാൽ പൗലോസ് പറയുന്നു, ஆனால் പൗൽ சொல்கிறார், അങ്ങനെയല്ല, அப்படி அல்ல, വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. தான் ஆபிரகாம் நீதிமானாய் மாறினார். അവൻ ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു സത്യം മനസ്സിലാക്കണം. இந்த கிருபையில் ஒரு சத்தியத்தை புரிந்து கொள்ள வேண்டும். ഓരോ വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ, ആബ്രഹാമിടത്തിൽ தேவன் ஒவ்வொரு வாக்குத்தத்தங்களையும் தீர்க்க தரிசனங்களையும் சொல்லும் பொழுது അവൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവന്റെ ഓരോ സ്റ്റെപ്പുകളും എടുത്തു വെക്കുന്നത്. ആബ്രഹാം അവൻ ദൈവത്തിൽ വിശ്വാസം வைத்தவனாக தான் ஒவ்வொரு அடிகளையும் எடுத்து வைக்கிறார். ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. நான் இவ்விதமாய் நினைத்தேன். ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, தேவன் ஆபிரகாமிடத்தில் சொல்லுகிறார், അവൻ നിന്റെ മകനായ ഇസഹാക്കിനെ നീ കൊണ്ടുപോയി യാഗം കഴിക്കണം. ஆபிரகாமே, நீ உன் குமாரனாகிய ஈசாக்கை
கொண்டுപോய் எனக்காய் பலியிடு. അവൻ ഈ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ இந்த பலி செலுத்த வேண்டும் என்று சொன்னபோது അബ്രഹാം ആരോടും അതിനുള്ള അംഗീകാരം പെർമിഷൻ ചോദിച്ചില്ല. ஆபிரகாம் வேறு ஒருவரிடத்திலும் அனுமதியை கேட்கவில்லை. തന്റെ ഭാര്യ സാറയോട് അനുവാദം ചോദിച്ചില്ല. தன் மனைவியாகிய சாராளிடத்தில் அனுமதி கேட்கவில்லை. ഇസഹാക്കിനോട് അനുവാദം ചോദിച്ചില്ല. மகனாகிய ஈசாக்கிடத்தில் அனுமதி கேட்கவில்லை. തനിക്കറിയാമായിരുന്നു அவனுக்கு நன்றாய் தெரியும் ദൈവമാണ് എന്നോട് സംസാരിച്ചിരിക്കുന്നത്. தேவன் தான் என்னிடத்தில் பேசியிருக்கிறார். അതുകൊണ്ട് ദൈവത്തിന് ഒരു പരിഹാരമുണ്ട് എന്ന് അവൻ അറിയാമായിരുന്നു. எனவே தேவனிடத்திலிருந்து இதற்கு ஒரு பரிகாரமும் கிடைக்கும் என்று അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറയുന്നത്. எபிரேய நிருபத்தில் விதமாய் சொல்லப்படுகிறது. വിശ്വാസത്താൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. விசுவாசத்தினால் ஆபிரகாம் ஈசாக்கை பலியிட்டான் என்று வேதம் சொல்லுகிறது. അവിടെ യാഗം നടന്നിട്ടില്ല. அங்கே பலி செலுத்தவில்லை. പക്ഷേ വിശ്വാസത്താൽ ஆனால் விசுவாசத்தினாலே യാഗം കഴിച്ചു എന്ന് പറയത്തക്കവണ്ണം அவன் பலியிட துணிந்தான் என்று வேதம் അവന്റെ சொல்லுகிறது. വിശ്വാസം അത്ര ശക്തമായിരുന്നു. ஆபிரகாமின் விசுவாசம் அவ்வளவு பலனுள்ளதாயிருந்தது. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ தேவன் ஆபிரகாமிடத்தில் பேசின பின்பு അതിരാവിലെ ഇസ്ഹാക്കിനെ ക്ഷണിച്ചു. அவன் அதிகாலையில் ஈசாக்கை அழைத்தான். ബാല്യക്കാരെ വിളിച്ചു. வாலிபர்களை அழைத்தான். വിറക് കൈ കൊടുത്തു. விறகுகளை கையில கொடுக்கிறார். കത്തി കയ്യിൽ കൊടുത്തു. கத்தியை கொடுக்கிறார். എന്നിട്ട് അവരോട് പറഞ്ഞു നടക്കാൻ പറഞ്ഞു. அவரிடத்தில் நீங்கள் போங்கள் என்று சொல்லுகிறார். അവൻ മലയോരത്തിൽ താഴ്വാരത്തിൽ വന്നതിന് ശേഷം அவன் மலை அடிவார பள்ளத்தாக்கிலே வந்து பிற்பாடு ഇസ്ഹാക്കിനോട് പറയുകയാണ് ஈசாக்கிடத்தில் ആ சொல்லுகிறார். വിറക് എടുത്ത് തന്റെ തുവളിലേക്ക് വെച്ചു കൊടുത്തു. அந்த விறகை எடுத்து அவருடைய தோளிலே வைக்கிறார். അതിനുശേഷം அதற்கப்புறமாக ആ തീ അവന്റെ കയ്യിൽ അബ്രഹാം സൂക്ഷിച്ചിരിക്കുകയാണ്. ஆபிரகாம் தன் கையிலே நெருப்பை பத்திரமாய் வைத்துக் கொள்கிறார். അതിന്റെ കാരണം എന്തെന്നറിയാവോ? அதற்கு என்ன காரணம்? ഈ തീ കെടാതെ അങ്ങ് വരെ കൊണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അബ്രഹാമിനുള്ളതാണ്. இந்த நெருப்பு அணையாதபடிக்கு போய் சேர வேண்டிய இடமே கொண்டு போய் சேர்க்க ஆபிரகாமுக்கு கடமை இருந்தது. വിറക് അബ്രഹാമിന്റെ തലയിൽ അവൻ ഇസ്ഹാക്കിന്റെ തലയിൽ കൊടുക്കാം. அந்த விறகு கட்டை எடுத்து ஈசாக்கினுடைய தோளில் வைக்கிறார். കത്തി വേണമെങ്കിൽ അവന്റെ കയ്യിൽ കൊടുക്കാം. கத்தி அவனுடைய கையிலே கொடுக்கிறார். എന്നാൽ ഇത് കത്തിക്കേണ്ട തീ ഉണ്ടല്ലോ അത് അബ്രഹാമിന്റെ കയ്യിലാണ്. ஆனால் அங்கே எரிக்கப்பட வேண்டிய நெருப்பு ஆபிரகாமிடத்தில் ഈ இருக்கிறது. സത്യ ദൈവമക്കൾ മനസ്സിലാക്കണം. സത്യത്തെ പുരിந்து കൊള്ള வேண்டும். ചിലതിനെ യാഗമായി സമർപ്പിക്കേണ്ടതായ ദൗത്യം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലായിരിക്കണം. சில காரியங்களை பலியிடுவதற்கான கடமைகளை நாம் நம்முடைய கரங்களிலே பெற்றுக்கொள்ள வேண்டும். അബ്രഹാമിനറിയാം ഈ മലയുടെ മുകളിൽ മോറിയ മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ തീ കെടാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അബ്രഹാമിന്റെ കയ്യിലാണ്. ஆபிரகாமுக்கு நன்றாய் தெரியும் மோரியா மலை உச்சிக்கு போகும்போது இந்த நெருப்பு அணையாமல் காப்பாற்றப்பட வேண்டும் என்று. ഇന്ന് രാത്രി ഒരു സത്യ ദൈവമക്കൾ മനസ്സിലാക്കണം. ஒரு സത്യത്തെ പുരിந்து കൊള്ള வேண்டும். അവൻ നിന്നെ ഏൽപ്പിച്ചതായിരിക്കുന്നതായ ആ അഗ്നിയുടെ അഭിഷേകം അഗ്നിയുടേതായ അനുഭവം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുള്ളതാണ്. உன்னிடத்தில் ஒப்புவிக்கப்பட்ட அந்த அக்கினியின் அனலை அவன் நீ ஒரு நாளும் அணைந்து போகாமல் பாதுகாக்க வேண்டியது உன்னுடைய கடமை. അവൻ വിറക് വേറെ ഒരുവന്റെ കയ്യിൽ കൊടുത്തുകൊള്ളുക. எடுத்து வேற ஒரு இடத்துல கொடுத்து കത്തി விட்டார். വേറെ ഒരുവന്റെ കയ്യിൽ കൊടുക്കുക. வேற ஒரு இடத்துல கொடுத்து விட்டார். എന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, ஆனா உன்னிடத்தில் இருக்கிற அபிஷேகம் നിന്നിൽ இருக்கிறது. വ്യാപരിക്കുന്ന അഗ്നിയുടെ ആ അനുഭവമുണ്ടല്ലോ, உன்னிடத்தில் இருக்கிற அக்கினியினுடைய அனுபவம் உண்டல்லவா. അവൻ ചിലതിനെ ദഹിപ്പിക്കേണ്ടത്, சிலரை எரித்து போட, ചിലതിനെ കത്തിക്കേണ്ടതിന്, சிலதை அக்கினியாய் நெருப்பில் எரிக்கப்பட, അതിനുവേണ്ടി ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ആ ദൈവിക വെളിപ്പാട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുള്ളതാണ്. உன் மீது ஊற்றப்பட்ட அந்த அக்கினியினுடைய அபிஷேகத்தை வெளிப்பாடுகளை நீ காப்பாற்றிக் கொள்ள வேண்டும். കാരണം അബ്രഹാമാണ് ദൈവ ശബ്ദം കേട്ടത്. ஏனென்றால் ஆபிரகாம் தான் தேவனுடைய சத்தத்தை கேட்டவன். ഇസഹാക്ക് അബ്രഹാം പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ. ஈசாக்கு ஆபிரகாம் சொன்னதை மட்டும் தான் கேட்டான். എന്നാൽ ദൈവത്തിൽ നിന്ന് നേരിട്ട് ശബ്ദം കേട്ടത് അബ്രഹാമാണ്. ஆனால் தேவனிடத்திலிருந்து நேரடியான சத்தத்தை கேட்டது ஆபிரகாம் தான். വഴിയിൽ ആരെല്ലാം ഇട്ടിട്ട് പോയാലോ, வழியிலே யார் விலகி சென்றாலும், ബാല്യക്കാര് പോയാലോ, வாலிபர்கள் போயிருந்தாலும், ഇസഹാക്ക് പോയാലോ, ஈசாக்கே போயிருந்தாலும், ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷ നിവർത്തിക്കേണ്ട ഉത്തരവാദിത്തം അബ്രഹാമിനുള്ളതാണ്. தேவன் சொன்ன ஊழியத்தை செய்து முடிக்க வேண்டிய கடமை ஆபிரகாமுக்கு இருந்தது. അതെന്തുകൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ அது எப்படி நிறைவேற்ற முடியும் என்று ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ അത് സാധിച്ചെടുക്കുവാൻ കഴിയൂ. വിശ്വാസത്തിനാലെ സാധിக்க முடியும். ഇന്ന് അനേകരുടെ ആത്മീക ജീവിതത്തിന്റെ തളർച്ചയുടെ കാരണം എന്തെന്ന് ചോദിച്ചാൽ இன்னைக்கு அநேகருடைய ஆவிக்குரிய அனுபவத்தோட சோர்வுகளுக்கு காரணம் என்னவென்று கேட்டால் അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. அவருடைய விசுவாசத்தை இழந்ததுதான். പ്രായമായി, வயதாகிவிட்டது, എന്നെ കൊണ്ട് ഇനി കഴിയുകയില്ല, என்னால் இனிமேல் செய்ய முடியாது. അവൻ എങ്ങനെയെങ്കിലും ഒരു അടക്കാരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. எனவே அவர்கள் ஒரு அடக்க
ஆராதனைக்கு காத்திருக்கிறார்கள். എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ஆனா என்னை கேட்கிற தேவ பிள்ளை, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, என்னை കേട്ടുകൊണ്ടിരിக்கிற ஊழியர்களே, നിന്നിൽ ഒരു വിശ്വാസത്തിന്റെ അഗ്നി നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, உன்னிடத்தில் ஒரு விசுவாசத்தின் அக்கினி ഒരു இருக்குமானால், ചെറിയ കനൽ നിന്റെ കയ്യിൽ ஒரு ഉണ്ടെങ്കിൽ, சின்ன அக்கினி தழல் இருக்குமானால், അവൻ നിന്നെ പർവ്വതത്തിന്റെ മുകളിലേക്ക് നീ കയറുമ്പോ, நீ மலையின் உச்சியிலே അവൻ ஏறும்போது, വിറകടുക്കി കഴിയുമ്പോ, விறகுகளை எடுத்து வைக்கும்போது, അവൻ യാഗപീഠത്തിന് മേൽ വെക്കുവാൻ യാഗവസ്തു ഇല്ലെങ്കിലോ, அந்த பலிபீடத்தின் வைக்க பலி இல்லை என்று അത് சொன்னாலும், ദൈവാത്മാവ് നിന്നെ കാണിച്ച നിന്റെ മകനായ ഇസഹാക്കാണെങ്കിലോ, அது உன்னுடைய மகனாக ஈசாக்கு என்ற ஆவியார் നിന്റെ காண்பித்திருந்தாலும், കയ്യിൽ ഒരു തീ ഉള്ളിടത്തോളം കാലം, நீ உன்னுடைய கையில் இருக்கிற அக்கினியோடு போக ആമേൻ, ആ வேண்டும். കനല് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം, அந்த அனல் உன்னிடத்தில் இருக்கிற നിന്റെ வரைக்கும், മകനെ മാറ്റി അതിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ വെച്ചാൽ പോലോ, ஆமென், உன்னுடைய மகனை மாற்றி வேற ஒரு ஆட்டுக்குட்டியை வைத்தாலும், അതിനെ എരിക്കണമെങ്കിൽ കത്തിക്കണമെങ്കിൽ ഈ കനല് നിന്നിൽ ആവശ്യമാണ്. அதை சுட்டெரிக்க வேண்டுமானால் உன்னுடைய கையில் இருக்கிற அக்கினி பத்திரமாய் இருக்க ഇന്ന് வேண்டும். രാത്രി ദൈവമക്കൾ ഒരു സത്യം മനസ്സിലാക്കണം. இன்றைக்கு ஒரு சத்தியத்தை புரிந்து கொள்ள வேண்டும். ഇസഹാക്ക് മാറിപ്പോയി, ഇസഹാക്കിനെ അബ്രഹാം മാറ്റി. ஈசாக்கு தள்ளி போகிறான், அவன் ஆபிரகாம் தள்ளி வைக்கிறான். അവൻ കൊമ്പുകൾ കുരുകി കിടന്ന ആട്ടുകുട്ടിയെ യാഗപീഠത്തിന്മേൽ കിടത്തി. அங்கே முள்களிலே சிக்கி இருந்த ஒரு ஆட்டுக்குட்டியை எடுத்து பலிபீடத்தில் வைக்கிறான். അവൻ കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തീ ഉണ്ടല്ലോ, அவர் தன் வீட்டிலிருந்து கொண்டு வந்த அக்கினி இருக்கிறது. കെടാതെ കൊണ്ടുപോകുന്ന തീ ഉണ്ടല്ലോ, அவியாமல் காப்பாற்றின അഗ്നി ആ இருக்கிறது. തീയാണ് ആ ആട്ടുകുട്ടിയെ ആമേൻ ദഹിപ്പിക്കുവാൻ വേണ്ടി അബ്രഹാം அந்த ഉപയോഗിക്കുന്നത്. நெருப்புதான் இங்கே ஒரு ஆட்டுக்குட்டியை அது எரித்து போட உதவினது. ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു സത്യം മനസ്സിലാക്കണം. ராத்திரிலே ஒன்றை புரிந்து கொள்ள வேண்டும். ആമേൻ, നിന്നിൽ ഏൽപ്പിച്ച വിശ്വാസമാണ് നിന്റെ ജീവിതയാത്രത്തിന്റെ അവസാനം വരെ നിന്നെ കൊണ്ടെത്തിക്കുന്നത്. உன்னிடத்தில் உபயோகிக்கப்பட்டதான விசுவாசம் தான் உன்னுடைய கடைசி பரியந்தம் உன்னை வழி நடத்தக்கூடியது. ആമേൻ, ക്രിയകളല്ല, உன்னுடைய செயல்கள் அல்ல. ആമേൻ, നിന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസം. உன்னிடத்தில் இருக்கக்கூடிய എത്ര செயல்கள் ദൈവമക്കൾക്ക് വിശ്വസിക്കുവാൻ കഴിയോ? விசுவாசிக்கிறீர்கள்? എന്നിൽ ഏൽപ്പിച്ച ഒരു വിശ്വാസമുണ്ട്, என்னிடத்தில் ஒப்பு கொடுக்கப்பட்ட ஒரு ഞാൻ விசுவாசம் പ്രാപിച്ച ഒരു വിശ്വാസമുണ്ട്, பெற்றுக்கொண்ட விசுவாசம் ഇറങ്ങി തിരിച്ച നാളിൽ എന്നിൽ കത്തിയതായ ഒരു വിശ്വാസത്തിന്റെ വെളിപ്പാടുണ്ട്. அன்று முதற்கொண்டு எனக்குள் எரிகிற ஒரு விசுவாசம் இருக்கிறது. അതെന്റെ ജീവിതത്തിൽ അനുദിനം വർദ്ധിക്കുകയാണ്. அது என் வாழ்க்கையில் அனுதினம் பெருகுகிறது. അതെത്ര പ്രായമായാലോ, அது ஒருவேளை ஹalleluya மாறினாலோ, ആമേൻ, എത്രയെല്ലാം പരിശോധനയിൽ കൂടി പോയാലോ, எந்த சோதனைகள் வழியான கடந்து ഏതെല്ലാം போனாலும், മലമുകൾ കയറേണ്ടി വന്നാലോ, எந்த மலையின் மேல் ஏற வேண்டி இருந்தாலும், ഞാൻ ഈ വിശ്വാസം തള്ളിക്കളയത്തില്ല. நான் என் விசுவாசத்தை ஒரு நாள் இழக்க ഞാൻ ഈ மாட்டேன். വിശ്വാസം മാറ്റിവെക്കുകയില്ല. என் விசுவாசத்தை நான் புறந்தள்ள மாட்டேன். അവസാന നിമിഷത്തിൽ എന്റെ ശ്വാസം പോകുന്നതിന് മുമ്പാണെങ്കിലും கடைசியோட சுவாசம் முடிகிறதுக்கு வரை എനിക്കറിയാം എന്നോട് വാക്ക് പറഞ്ഞ ഒരുവനുണ്ട്. எனக்கு தெரியும் என்னோட வாக்கு செய்தவர் இருக்கிறார். അവൻ മറ്റാരുമല്ല, அவர் വേറെ ഒരുവരുമല്ല. യാഹവേ യഹോവയാണ്. அவர்தான் யெகோவா தேவன். അവൻ എന്റെ ജീവിതത്തിൽ ഇല്ലായ്മയിൽ നിന്ന് എനിക്കൊരു തലമുറയെ തന്നതുകൊണ്ട് മാത്രമല്ല, அவன் என்னுடைய வாழ்க்கையில எனக்கு ஒரு பிள்ளை தந்ததனால் மட்டுமல்ல, ഞാൻ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചവനാണ്. நான் அவருடைய சத்தத்தை கேட்டு வந்தவன். ദൈവ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചവളാണ്. நான் தேவனுடைய சத்தத்தை கேட்டு வந்தவன். ദൈവ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി நான் തിരിച്ചവനാണ്. தேவனுடைய சத்தத்தை கேட்டு வந்தவன். ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ராத்திரிவேளை கேட்கிற தேவ பிள்ளை, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒരു മനുഷ്യൻ പറഞ്ഞതുകൊണ്ടല്ല, நீங்கள் இங்க வந்தது யாரோ ஒரு மனிதன் சொல்லி அல்ல, ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞതുകൊണ്ടല്ല. யாரோ நான் இதை தருகிறேன் என்று ദൈവ சொன்னதினால, ശബ്ദം കേട്ടവനാണെങ്കിൽ, தேவனுடைய சத்தத்தை கேட்டு പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടവനാണെങ്കിൽ, பரிசுத்தாவியுடைய சத்தத்தை ഓ கேட்டிருந்தால், കയ്യിൽ കൊണ്ടു നടക്കാൻ ഒരു അഗ്നിയുടെ അഭിഷേകമുണ്ടെങ്കിൽ, உன்னிடத்திலே ஒரு அக்கினியின் அபிஷேகம் இருக்குமானால், ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. யாராலும் உன்னை வெல்ல முடியாது. എത്ര വലിയ മോറിയ മലയാണെങ്കിലോ, எவ்வளவு பெரிய மோரியா பர்வதமானாலும், അതിനപ്പുറത്ത് ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിയോ? அதற்கு மேலே தேவனுடைய செயல் இருக்குன்னு நீ விசுவாசிக்க வேண்டும். അബ്രഹാം ഒരു മലയുടെ മുകളിൽ കൂടി സൈഡ് വശമായി മുകളിലേക്ക് കയറുകയാണ്. ஆபிரகாம் மலையினுடைய ஒரு பக்கமாய் மலையில் ஏறுகிறான். അവൻ ഒരു പക്കം മുകളിലേക്ക് കയറുമ്പോ அவன் மேலே ஏறும் பொழுது അവൻ തന്റെ മകനായ ഇസഹാക്കിനെ മാത്രം കാണുന്നുണ്ട്. அவன் தன்னுடைய மகனாக ஈசாக்கை பார்க்கிறான். തലയിൽ വലിയൊരു കെട്ട് വിറകുമായി അവൻ യാത്ര ചെയ്യുന്നു. ஈசாக்கு தலையிலே விறகை சுமந்து போகிறான். അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്, கையில ஒரு கத்தி இருக்கிறது. അവന്റെ കയ്യിൽ ഒരു തീയുണ്ട്. அவனுடைய கையில അഗ്നിയും இருக்கிறது. അവൻ ഇങ്ങനെ മല കയറുമ്പോ மலையில் ஏறும் பொழுது അവനൊന്നും കാണാൻ കഴിയുന്നില്ല. ஒன்றும் பார்க்க முடியவில்லை. യാഗപീഠം പണിയുമ്പോൾ അവന് ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നില്ല. பலிபீடம் கட்டும்போது தேவன் செய்வதை காணவில்லை. യാഗപീഠത്തിന് മേൽ ഇസഹാക്കിനെ കിടത്തുമ്പോൾ അവന് ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നില്ല. பலிபீடத்தில் ஈசாக்கை படுக்க வைக்கும்போது தேவன் என்ன செய்கிறான்னு தெரியவில்லை. അവൻ യാഗപീഠത്തിന്മേൽ കിടക്കുന്ന തന്റെ മകനായ ഇസഹാക്കിനെ വെട്ടുവാൻ കത്തി കയ്യിലെടുക്കുമ്പോൾ, பலிபீடத்தில் படுக்க வைத்த தன்னுடைய மகனை வெட்டும்படி கத்தியை எடுக்கும்போது, അത് കത്തി ഉയർത്തുമ്പോൾ, அந்த கத்தியை நீட்டும்போது, അന്നേരമാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി അവന് കാണും, ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുന്നത്. விசுவாசத்தின் தேவனுடைய செயலை
மேலே பார்த்தான். അതുവരെ അവന് കാണാൻ കഴിഞ്ഞില്ല. அதுவரைக்கும் அவன் பார்க்க முடியவில்லை. എന്നാൽ അബ്രഹാമിന് അറിയാമായിരുന്നു, ஆபிரகாமுக்கு தெரியும், ഞാൻ ഈ മലയുടെ ഒരു ഭാഗം മുകളിലേക്ക് കയറുമ്പോൾ நான் இந்த മലയിലെ ஏறும் பொழுது മറുഭാഗത്തൂടെ ഒരു ആട്ടുകൊറ്റനും കയറി വരുന്നുണ്ട്. வேறு புறத்திலிருந்து தேவன் ஒரு ஆட்டுக்குட்டி எழும்ப பண்ணுவார். ഓ, ഞാൻ ഈ മോറിയ മലയുടെ ഒരു വശത്തൂടെ മുകളിലേക്ക് കയറുമ്പോൾ நான் மோரியா மலையிலே ஒரு பக்கமாய் ஏறும் பொழுது മറുഭാഗത്തൂടെ ഒരു ആട്ടുകൊറ്റൻ കയറി വരുന്നുണ്ട്. மற்றொரு பக்கத்திலே தேவன் எனக்காய் ஒரு ஆட்டுக்குட்டியை ஏற பண்ணுவார். നിനക്ക് ആട്ടുകൊറ്റനെ കാണാൻ പറ്റത്തില്ല, உனக்கு அந்த ஆட்டை பார்க்க முடியவில்லை, എന്നാൽ ദൈവത്തിന് കാണാൻ കഴിഞ്ഞു. ஆனால் தேவன் அதை ஏற்படுத்துகிறார். ഒരു മലയുടെ ഒരു ഭാഗം അബ്രഹാം കയറുന്നു, மலையிலே ஒரு பக்கம் ஆபிரகாம் ஏறுகிறார், മറുഭാഗത്ത് ഒരു ആട്ടുകൊറ്റനും കയറി വരുന്നുണ്ട്. இன்னொரு பக்கத்தில் ஒரு ஆட்டுக்குட்டி ஏறுகிறது. ഇത് രണ്ട് കാണുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. இது ரெண்டையும் கவனிக்கிற ஒரு தேவன் ഇന്ന് இருக்கிறார். രാത്രി നിനക്ക് ചിലത് കാണാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ஒருவேளை உனக்கு அதை பார்க்க முடியாவிட்டாலும், നിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് உன்னுடைய വരാം. கண்களால் இதை பார்க்க എന്നാൽ முடியாவிட்டாலும், നിന്റെ വിശ്വാസ കണ്ണാൽ നിനക്ക് കാണാൻ உன் കഴിയണം. விசுவாச கண்களால் நீ பார்க்க வேண்டும். സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് കാണാൻ കഴിയട്ടെ. பரலோகம் உனக்காய் திறந்திருக்கிறதை பார்க்க வேண்டும். അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, எனவேதான் பவுல் சொல்கிறார், അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ്. ஆபிரகாம் நீதிமானாய் மாற்றப்பட்டது கிரியைகளினால் அல்ல, விசுவாசத்தினாலே. എന്നാൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ஆனால் மோசேயின் நியாய பிரமாணத்தின்படி ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ இஸ்ரவேல் மக்களுடைய தொடர்பிலே അവർക്ക് അഗ്രചർമ്മം ചെയ്ത് അവരുടെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ നീതീകരണം പ്രാപിക്കുന്നത്. இஸ்ரவேல் மக்கள் அவருடைய நியாய பிரமாணத்தின் கிரியைகளை செய்து முடிக்கும் போதுதான் நீதிமானாய் மாற்றப்படுகிறார்கள். അഗ്രചർമ്മം ചെയ്യപ്പെടണം. പുരുഷന്മാർ ആമേൻ സർക്കംസൈസ്ഡ് ആകണം. அவருடைய புருஷர்கள் எல்லாம் விருத்த சேதனம் பண்ண செய்யப்பட வேண்டும். ആമേൻ ഒരു പ്രവൃത്തി അവിടെ നടക്കുകയാണ്. பெரிய செயல் அங்கே நடக்கிறது. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ஆனா இன்னைக்கு நான் சொல்கிறேன், പൗലോസ് പറയുന്നുണ്ട്, பவுல் சொல்கிறார், അല്ലയോ യഹൂദന്മാരെ, ஓ யூதர்களே, അല്ലയോ ആമേൻ ശമര്യരെ, ஓ ജാതികളായിരിക്കുന്ന ശമര്യരെ, ஓ நீங்கள் புறஜாதிகளே, ആമേൻ നിങ്ങളെ എല്ലാവരെയും നീതീകരിക്കുക. உங்களை நீதிமான்களாய் மாற்ற ഒരു മനുഷ്യന്റെ പ്രവൃത്തിയല്ല അവിടെ വെളിപ്പെടുന്നത്, அவருடைய செயல் எல்லாம் അവിടെ வெளிப்படுகிறது. വെളിപ്പെട്ടത് വിശ്വാസമാണെന്ന് പൗലോസ് ശക്തമായി പഠിപ്പിക്കുകയാണ്. விசுவாசம் தான் வெளிப்பட்டது என்பதை பவுல் ஆணித்தரமாய் ഞാൻ சொல்கிறார். വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. சீக்கிரமாய் வேதத்துக்கு ഈ வசனத்துக்கு 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, 17ஆம் வசனத்தில் விதமாய் பார்க்கிறோம், ആകയാൽ വിശ്വാസം കേൾവിയാലും ஆதலால் விசுவாசம் கேள்வியினாலே வரும். കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. கேள்வி தேவனுடைய வசனத்தினாலும் வரும். ആമേൻ. കേട്ടതുകൊണ്ട് വിശ്വാസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, நாம் கேட்டதனால விசுவாசம் உண்டாகும் என்று கட்டாயம் இல்லை. എന്നാൽ കേൾക്കാതെ വിശ്വാസം ഉണ്ടാകത്തുമില്ല. ஆனால் கேட்காவிட்டால் விசுவாசம் உண்டாக முடியாது. അതല്ലേ അതിന്റെ സത്യം. அதுதான் உண்மை. എത്രയോ പേര് കേൾക്കുന്നു, எத்தனையோ பேர் கேட்கிறார்கள், എല്ലാവർക്കും വിശ്വാസമില്ല. எல்லாருக்கும் விசுவாசம் வந்து അങ്ങനെയല്ലേ കർത്തൃദാസന്മാരെ? அப்படிதான் ஊழியர்களே, എത്രയോ പേര് വിശ്വാസത്തെ പറ്റി കേൾക്കുന്നു, எத்தனை பேர் விசுவாசத்தை கேள்விப்படுகிறார்கள், എന്നാൽ എല്ലാവരിലും വിശ്വാസമില്ല. ஆனா எல்லாருக்கும் விசுவாசம் இல்லையே. എത്രയോ പേര് കർത്താവിന്റെ ശബ്ദം കേട്ട് സുവിശേഷ വേലയെ പറ്റി കേൾക്കുന്നു, எத்தனை பேர் ஆண்டவருடைய சத்த ஊழியத்தை குறித்த சத்தம் கேட்கிறார்கள், എല്ലാരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ஆனா ഇറങ്ങിത്തിരിക്കുന്നില്ല. எல்லாரும் ஊழியத்தில் வரவில்லையே. എന്നാൽ ഒരു കൂട്ടം കേൾവിയെ കേട്ടതിനനുസരിച്ച് വിശ്വാസമുള്ളവരാണ്. ஆனா அதிலே ஒரு கூட்டத்தார் கேட்டதன்படி விசுவாசத்தில் வந்திருக்கிறார்கள். ഇത് തന്നെയാണ് സത്യമേറിയ കാര്യം. இதுதான் உண்மை. ആമേൻ. എല്ലാവരും കേൾട്ടെന്ന് വരികയില്ല, எல்லாரும் கேட்பார்கள் என்று இல்லை, എന്നാൽ കേൾക്കാതെ വിശ്വാസം ഉണ്ടാകത്തില്ല. ஆனால் கேட்காமல் விசுவாசம் உண்டாகாது. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ விசுவாசம் உண்டாக வேண்டுமானால் കേൾവി ഉണ്ടാകണം. கேள்விப்பட வேண்டும். ആമേൻ. കേട്ടാലേ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. கேள்விப்பட்டால் தான் விசுவாசம் உண்டாகும். ഇനി കേട്ടത് കൊണ്ട് എല്ലാവർക്കും വിശ്വാസം വരണമെന്നുമില്ല. கேள்விப்பட்டதனால் எல்லாரும் விசுவாசம் உள்ளவர்களா இருக்கிறான் என்று அர்த்தம் இல்லை. ഞാൻ വളരെ എനിക്ക് വളരെ ഓർമ്മയുണ്ട്. எனக்கு ഒരു ஞாபகம் இருக்கிறது. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ കടന്നു പോയപ്പോ, நான் வேதாகம பள்ளியிலே படிக்க போன போது ഞങ്ങൾ 45 സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങളുടെ ബാച്ചിൽ. ஏறக்குறைய 45 மாணவர்கள் எங்களுக்குள் இருந்தார்கள். എന്നാൽ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ 14 പേരേ ഉള്ളായിരുന്നു. ஆனால் கடைசியாக படிப்பு முடிக்க 15 பேர் தான் இருந்தார்கள். കാരണം എന്തെന്ന് ചോദിച്ചാൽ, காரணம் என்னவென்று கேட்டால், ഇത് ഭയങ്കര കഷ്ടമാ. இது ரொம்ப கடினம். ഇത് 4 വർഷം 5 വർഷം പഠിച്ചു തീർക്കണമെങ്കിൽ 4-5 ஆண்டுகள் இது படிப்பு முடிக்க வேண்டும். വളരെ കഷ്ടപ്പാടാണ്. அதிக சிரமம் உண்டு. എല്ലാവരും ഇതിന് വഴിക്കിട്ടിട്ട്
പോയി. எனவே எல்லாரும் விட்டு போய் விட்டார்கள். എന്നാൽ പിടിച്ചു നിന്ന ഒരു കൂട്ടരുണ്ട്. ஆனா இதிலே உறுதியாய் நின்றவர்கள் இருந்தார்கள். അവർക്ക് മനസ്സിലായി அவர்களுக்கு புரிந்தது ഈ 4 വർഷം 5 വർഷം അല്ല പ്രാധാന്യം. 4-5 ആണ്ടുകൾ അല്ല മുഖ്യം. ദീർഘകാല കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നതാണ് പ്രാധാന്യം എന്ന് അവർ മനസ്സിലാക്കി. ആണ്ടവருக்காக கடைசி வரை நிலைநிற்பதா முக்கியம் என்பதை அறிந்திருந்தார்கள். ഇത് തന്നെയാണ് ആത്മീക ജീവിതത്തിന്റെ വലിയൊരു ആഴമേറിയ സത്യം. இதுதான் நம்முடைய ஆவிக்குரிய வாழ்க்கைയുടെ மிக ஆழமான സത്യം. അനേകർ കേൾക്കുന്നുണ്ട്, അനേകർ കേൾവിപ്പെടുகிறார்கள். കേൾക്കുന്നവരെല്ലാവരും വിശ്വസിക്കുന്നില്ല. കേൾവിപ്പെടുകൾ വിശ്വാസം ഉള്ളവരല്ല. ഉത്സവത്തിന്റെ ദിവസമായ മഹാദിവസത്തിന്റെ ഒടുക്ക നാളിൽ യേശു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പண்டிകയിൽ കടൈസി നാളാകിയ പ്രധാന നാളിൽ യേശു നിന്റെ വിധമായി சொல்கிறார், ദാഹിക്കുന്നവരെല്ലാം എന്റെ അരികിൽ വരട്ടെ, தாகமுள்ளவர்கள் எல்லாரும் என்னிடத்தில் வருவார்களாக, ഇച്ഛിക്കുന്നവരെല്ലാം വാങ്ങി ഭക്ഷിക്കട്ടെ. ഓ പസിക്കുന്നവരെല്ലാം എല്ലാം വാങ്ങി പുസിപ്പാர்கள். പക്ഷേ എത്ര പേര് വന്നു? ആனா அதை കേട്ട് എത്ര പേർ വந்தார்கள்? വളരെ ചുരുക്കം പേര് മാത്രം മുൻപോട്ട് വരികയാണ്. மிக சுருக்கம் சிலர் மட்டுமே வந்தார்கள். അവർ ചോദിക്കുന്നുണ്ട്, அவர்கள் கேட்கிறார்கள், അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്, அவர்களுக்கு அதிக சந்தேகங்கள் உண்டு. ഞങ്ങൾക്ക് എന്താ കിട്ടുമെന്നാണ് അവരുടെ ചോദ്യം. எங்களுக்கு என்ன கிடைக்கும் என்ற சந்தேகம். യേശു പറഞ്ഞു, യേശു ചൊല്ലി കൊടുക്കുകയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, வானத்தின் பறவைகளை கவனியுங்கள், ആമേൻ ആമേൻ, അവ വിതയ്ക്കുന്നില്ല, அவைகள் விதைப்பது இல்லை, അത് കൊയ്യുന്നില്ല, അറുപ്പതും இல்லை, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. களஞ்சியத்தில் சேர்ப்பதும் இல்லை. ഇത് തന്നെയാണ് ഇന്നും യേശുവിന് പറയാനുള്ളത്. இன்றைக்கு യേശു இதைதான் சொல்கிறார். ആമേൻ, നിന്റെ കയ്യിൽ എന്തോ ഉണ്ടെന്നുള്ളതല്ല യേശുവിന് വലിയ വിഷയം. உன்னுடைய கையில் என்ன இருக்கிறது என்றல்ல യേശുவுக்கு നീ முக்கியம். എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാ യേശുവിന് വലിയത്. என்னிடத்தில் விசுவாசமாய் இருக்கிறாயா என்று கேட்கிறார். നിന്റെ വേദശാസ്ത്രമല്ല യേശുവിന് വലിയത്. വേദ അറിവല്ല ദേവനുക്ക് മുഖ്യം. ആമേൻ, നിന്റെ ജീവിതത്തിൽ നിന്റേതായ സൗന്ദര്യമല്ല വലിയത്. ഉன்னுடைய അഴകല്ല മുഖ്യം. നിന്റെ പണമല്ല ദൈവത്തിന് വലിയത്. ഉன்னுடைய ഐശ്വര്യമല്ല ദേവനുക്ക് മുഖ്യം. ദൈവത്തിന് ആവശ്യം നീ അവനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവനിൽ വിശ്വാസമായി ഇരിക്കറായാ എന്നതാണ് അവർക്ക് മുഖ്യം. ഇന്ന് രാത്രി ദൈവ പൈതൽ മനസ്സിലാക്കണം, രാത്രിയിലെ പുരിതുകൊള്ള വേണം. ആമേൻ, വിശ്വാസം കേൾവിയാലേ ഉണ്ടാകുകയുള്ളൂ. വിശ്വാസം കേൾവിയിനാലേ വരും. കേൾവി ആമേൻ ക്രിസ്തുവിന്റെ വചനത്താലാണ് ഉണ്ടാകുന്നത്. കേൾവി ദേവന്റെ വചനത്തിനാൽ വരും. എത്ര പേർക്ക് അതിന്റേതായ ആഴം മനസ്സിലാകുന്നുണ്ട്? എത്ര പേരുടെ ആഴങ്ങളെ പുരിതുകൊള്ള മുടിയും. പൗലോസ് പറയുന്നുണ്ട്, പൗൽ ചൊല്ലുகிறார், എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഓ നീതിമാൻ തൻ വിശ്വാസത്തിനാലേ പിഴയ്പ്പാൻ. ആമേൻ, അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്നാ? ആമേൻ, ആമേൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ വെറും കേൾവി മാത്രമല്ല, വചനം അവന്റെ ഉള്ളിലേക്ക് കയറണം. தேவனுக்காக ஒருவன் நிலைநிற்க வேண்டுமென்றால் வெறும் கேள்வி மாத்திரமல்ல, வசனம் அவனுக்குள்ளாய் நிலைநிற்க வேண்டும். വചനം ഉള്ളത്തിൽ കയറാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനിൽ വിശ്വാസം നിലനിൽക്കുകയില്ല. വചനം ഒരുവருக்குள்ளாய் പോകவில்லை என்றால் அவன் விசுவாசத்தில் நிலைநிற்க முடியாது. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരെ സംബന്ധിച്ചിടത്തോളം இங்க இருக்கிற ஊழியர்களை சம்பந்தப்படுத்தின അവർക്കൊന്നും വലുതായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. அவர்களுக்கு எல்லாம் நிறைவாய் இருந்ததனால் அல்ல ஊழியத்திற்கு வந்தது. അവരൊന്ന് വിശ്വസിച്ചു, அவர்கள் ஒன்றை நம்பினார்கள். ആമേൻ, യേശുവിൽ അവർ വിശ്വസിച്ചു, യേശുവെ നമ്പിനാர்கள். അവർ ദൈവ വചനത്തിൽ വിശ്വസിച്ചു. വേദ വാർത്തകളെ വിശ്വസിத்தார்கள். അവർക്കറിയാം ആകാശവും ഭൂമിയും മാറിപ്പോകും, ഈ വചനത്തിലുള്ളത് ഒന്നും മാറത്തില്ലെന്ന് അവർ വിശ്വസിച്ചു. വാനവും ഭൂമിയും മാറിനാലും വേദ വചനം മാറാതെ എന്ന് ഉറുതിയായി നമ്പിനാர்கள். അവർ അത് വിശ്വസിച്ചതുകൊണ്ട് ഇറങ്ങി തിരിച്ചു. அதை விசுவாசித்தபடினால் வந்தார்கள். ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഇനി ഏതോ கிடைக்கவில்லை என்றாலும் பரவாயில்லை, യേശു മതി എന്ന് അവർ വിശ്വസിച്ചു. യേശു പോലും എന്ന് ചൊല്ലി നമ്പിനാர்கள். ഇന്ന് രാത്രി ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ, അങ്ങനെ ഇറങ്ങി തിരിക്കണമെന്നുണ്ടെങ്കിൽ அப்படி நீ ஆண்டவருக்காய் வர வேண்டுமானால் യേശുവിനെ പറ്റി നിങ്ങൾ കേൾക്കണം, യേശുவை குறித்து നിങ്ങൾ കേൾവിപ്പെட வேண்டும், അത് വിശ്വസിക്കണം. அதை വിശ്വസിக்க வேண்டும். കേട്ടിട്ട് ഇറങ്ങി പോകാനല്ല, കേട്ടുവിട്ട് പോയിവിടല്ല. ഒരു ചെവിയിൽ കൂടെ കേട്ടി അടുത്ത ചെവിയിൽ കൂടി പോകാനുള്ളതല്ല, ഒരു കാതിൽ കേട്ട് മറ്റൊരു കാതിൽ വിട്ടുവിടല്ല. മറിച്ച് அதற்கு மாறாக കേൾക്കുന്ന വചനം വിശ്വസിക്കണം. കേൾക്കുന്ന വചനത്തെ നിങ്ങൾ വിശ്വസിക്ക അവൻ வேண்டும். രക്ഷിക്കപ്പെട്ടതുകൊണ്ടും രക്ഷിക്കപ്പെട്ടതിനാൽ സ്നാനപ്പെട്ടതുകൊണ്ടും അഭിഷേകം പ്രാപിച്ചതുകൊണ്ടും ഒരു സ്റ്റെപ്പ് വരെ നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. ഒരു അടി ചില അടികൾ മറ്റുമേ വളര முடியும். അടുത്ത ലെവലിലേക്ക് നീ കയറണമെന്നുണ്ടെങ്കിൽ, അടുത്ത നിലയ്ക്ക് നീ വളര வேண்டும், അടുത്ത ആത്മമണ്ഡലത്തിലേക്ക് നിനക്ക് ചവിട്ടി കയറണമെന്നുണ്ടെങ്കിൽ, ആവിക്കുള്ള നിലയ്ക്ക് നീ വര വേണ്ടുമാനാ ഇന്ന് രാത്രി ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിൽ വിശ്വസിക്കണം, നീ ദൈവത്തിൽ വിശ്വാസമായി ക്രിസ്തുവിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വാസമായി ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കണം, വാർത്തയിൽ വിശ്വാസമായി ആമേൻ. കേട്ടാൽ അതിനോട് പ്രതികരിക്കണം, കേൾവിപ്പെടുമ്പോൾ അതിற்கு பதில் சொல்ல வேண்டும். ആമേൻ. ഒരു ശബ്ദം കേട്ടാൽ അതിന് പ്രതികരിക്കണം, ആണ്ടവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നീ பதிலளிக்க வேண்டும். ആമേൻ. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, പേതുരുവിന്റെ നിരുപത്തിക്ക് വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 46-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ,
മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മാർക്കിന്റെ സുവിശേഷം 10-ാം അധികാരം വരുമ്പോഴ് അതിന് 46 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 46 മുതൽ 56 ഉള്ള വസനങ്ങൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങിതമായി പാർக்கிறோம். ആമേൻ അവിടെ തീമായുടെ മകനായ ബർത്തിമേയെ കാണാൻ കഴിയുന്നുണ്ട്. അங்கே பர்திமேயு എന്ന് சொல்லப்படுகிற ഒരുവനെ பார்க்கிறோம். ആമേൻ ഇങ്ങനെ പറയുകയാണ്, അവൻ വിധമായി சொல்லுகிறான், വിളിച്ചു പറയുക, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അവൻ ദാവീദിൻ കുമാരനെ എനിക്ക് ഇറങ്ങുമെന്ന് ശബ്ദമിടുகிறான். ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി, ഞാൻ വിധമായി നിனைக்கிறேன், ഈ ശീമോനെ ആമേൻ ഈ ബർത്തിമേയെ പോലെ എത്രയോ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അங்கே இந்த பர்திமேயு போல எத்தனை பேர் அங்கே இருக்கிறார்கள். ആമേൻ രോഗികളായ പലരും ആ റോഡരികിൽ ഇരിപ്പുണ്ട്. வியாதியஸ்தர் அங்கே இருக்கிறார்கள். ആമേൻ കുരുടന്മാർ പലരും അവിടെ കാണാം. குருடர்கள் அங்கே இருக்கிறார்கள். ആമേൻ ഭിക്ഷ യാചിക്കുന്നവർ പലരും അവിടെ കാണും. அங்கே பிச்சை எடுக்கக்கூடியவர்கள் இருந்தார்கள். ഇവരാരും ചോദിക്കുന്നില്ല, இவர்கள் யாரும் இப்படி கூப்பிடவில்லை. ആരും ചോദിക്കുന്നില്ല എന്താണ് ഈ ആരവാരം, എന്തുകൊണ്ടാണ് ജനം ഇതുവഴി കടന്നു പോകുന്നത്. அவர்களில் யாரும் என்ன சத்தம், யார் நடக்கிறது என்று கேட்கவில்லை. എന്നാൽ ഒരുവൻ മാത്രം പ്രതികരിക്കുകയാണ്. இவன் ஒருவர் மாத்திரம் பதில் അവൻ சொல்கிறான். ചോദിക്കുന്നു എന്താണ് ഈ ബഹളം, എന്താണ് ഈ ജനം ഇങ്ങനെ ആർത്തു വിളിച്ച് ഓടി നടക്കുന്നത്. இவன் கேட்கிறான், என்ன இவ்வளவு பெரிய சத்தம், இங்கே யார் போகிறது என்று கேட்கிறான். ആരോ പറഞ്ഞു, ദാവീദ് പുത്രനായ യേശു ഇതുവഴി കടന്നു പോകുന്നു. தாவீதின் குமாரனாகிய இயேசு போகிறார் என்று ஒருவன் சொல்லிக் கொடுத்தான். അവൻ ഇത് കേട്ട മാത്രയിൽ இவன் கேட்ட അവന്റെ மாத்திரத்தில் കണ്ണുകൾ കുരുടാണ്, കാണുവാൻ കഴിയുകയില്ല. அவருடைய கண்கள் குருடா இருந்ததனால பார்வை இல்லை. അവന്റെ അവസ്ഥ ഒരിക്കലും യേശുവിനെ കാണുവാൻ കഴിയുന്നതല്ല. இயேசுவை பார்ப்பதற்கு அவரால் முடியாத പക്ഷേ நிலைமை അവന്റെ இருந்தது. കാതുകൾ തുറന്നിരിക്കുകയാണ്. காதுகள் ഈ திறந்திருக்கிறது. ശബ്ദം കേട്ട മാത്രയിൽ இந்த சத்தம் கேட்ட பொழுது അവൻ ആ ശബ്ദത്തോട് പ്രതികരിക്കുകയാണ്. அவன் அந்த சத்தத்துக்கு அவன் பதில் கொடுக்கிறான். അവന് മനസ്സിലായി ദാവീദ് പുത്രനായ യേശുവാണ് ഇതുവഴി പോകുന്നതെങ്കിൽ, அவன் புரிந்து கொண்டான், தாவீதின் குமாரனாகிய இயேசுதான் போகிறது. എങ്ങനെയെങ്കിൽ എനിക്കിന്നൊരു വിടുതലിന്റെ ദിവസമാണ്, எனக்கு எப்படியாயில் இந்த நாள் ஒரு விடுதலை എന്റെ நாளாய் மாற കുരുട്ട് வேண்டும். കണ്ണ് തുറക്കുന്ന ദിവസമാണ്, என்னுடைய கண்கள் திறக்கிற நாளாய் இது ഇന്ന് இருக்க എന്റെ வேண்டும். വിടുതലിന്റെ ദിവസമാണ്. ஒரு விடுதலை நாளாய் இது இருக்க ഇതുപോലൊരു வேண்டும். ദിവസം ഇനി എനിക്ക് ലഭിക്കത്തില്ല. இதுபோல இன்னொரு நாள் எனக்கு கிடைக்காது. എന്നെ ആരും അവന്റെ അരിക്കൽ കൊണ്ടുപോകയില്ല. என்னை யார் அவரிடத்துல கொண்டு போக അവൻ மாட்டார்கள். എനിക്ക് ഇന്ന് ലഭിച്ചതായ സമയം எனக்கு இன்று கிடைத்த இந்த தருணம் ഞാൻ ഇത് വിനിയോഗിച്ചേ நான் இதை മതിയാകുള്ളൂ. உபயோகப்படுத்துவேன். അവൻ വിളിച്ചു പറയുവാൻ തുടങ്ങി, அவன் சத்தமிட ദാവീദ് പുത്ര, ஆரம்பித்தான். தாவீதின் குமாரனே, ദാവീദ് പുത്ര, தாவீதின் குமாரனே, ദാവീദ് പുത്ര, தாவீதின் குமாரனே, എന്നോട് കരുണ തോന്നണമേ. எனக்கு இறங்கும். ശിഷ്യന്മാര് പറഞ്ഞു മിണ്ടാതിരിക്ക. ശിഷ്യர்கள் அமைதியாயிருந்து മറ്റുള്ളവർ சொல்கிறார்கள். പറഞ്ഞു മിണ്ടി പോകരുത്. மற்றவர்கள் எல்லாம் சும்மா இருந்து അവൻ சொல்கிறார்கள். നിർത്തിയില്ല. ஆனா நிறுத்தவில்லை. അവൻ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. அவன் மறுபடியும் சத்தமிடுகிறான். കേട്ടതായ ശബ്ദത്തോടെ അവൻ പ്രതികരിക്കുകയാണ്. அவன் கேட்ட வார்த்தைகளுக்கு பதில் கொடுக்கிறான். അവന്റെ കണ്ണ് കാണത്തില്ലെങ്കിലും கண்கள் பார்க்க முடியாவிட்டாலும் അവന്റെ ഉള്ളിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. அவனுடைய உள்ளத்தில் துடிக்கிற சத்தம் ഈ இருந்தது. യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. இயேசுவுக்கு அற்புதம் செய்ய முடியும். വെള്ളത്തെ വീഞ്ഞാക്കി തുടങ്ങിയ ശുശ്രൂഷ, വെള്ളത്തെ വീഞ്ഞാക്കി ആരംഭിച്ചതായ ശുശ്രൂഷ, தண்ணீரை திராட்சரசமாய் மாற்றி தொடங்கின ஊழியம், അത്ഭുതങ്ങളുടെ ശൃംഖല അവന് കാണുവാൻ കഴിയുന്നുണ്ട്. அற்புதங்களை காமேன் பார்க்க முடிகிறது. ഇതാരോ അവനോട് പറഞ്ഞ് അവന്റെ കാതുകളിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. யாரோ ஒருவர் சொன்னதனால இப்போது அவருடைய காதுகளில் சத்தம் துடிக்கிறது. ഞാൻ ഇതൊന്ന് കാണട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാമെന്നല്ലവൻ പറഞ്ഞത്. நான் என் கண்களால் பார்க்கட்டும் அப்புறம் விசுவாசிக்கிறேன் അല്ലെങ്കിൽ சொல்லவில்லை. എന്റെ കണ്ണൊന്ന് തുറന്നിട്ട് ഞാൻ അത് വിശ്വസിക്കാമെന്നല്ലവൻ പറഞ്ഞത്. பார்வை கிடைக்கட்டும் அப்புறம் நான் அதை நம்புகிறேன் അവൻ சொல்லவில்லை. പറഞ്ഞത് എന്റെ കണ്ണിന്ന് തുറന്നേ മതിയാകുള്ളൂ. அவன் சொல்கிறான், என் கண்களை திறப்பீராக. ഇന്ന് രാത്രി ഇത് തന്നെയാണ് ദൈവസഭയോട് എനിക്ക് പറയുവാനുള്ളത്. இதுதான் சபைக்கு நான் சொல்லுவது. ലൈവിലും ദൂരമായി ഞങ്ങളെ കേൾക്കുന്ന ദൈവ പൈതലേ, பல தூரத்திலிருந்து இதை கவனிக்கிறவர்களே, അത്ഭുതം കണ്ടിട്ടല്ല നീ വിശ്വസിക്കേണ്ടത്. அற்புதங்களை கண்ட பிற்பாடல்ல நீ விசுவாசம் നീ வைக்க വിശ്വസിക്ക, வேண்டியது. അപ്പോൾ നിനക്ക് അത്ഭുതം കാണാൻ நீ പറ്റും. முதலாவது விசுவாசி, அப்பொழுது அற்புதங்களை பெற்றுக்கொள்வாய். ആമേൻ. നീ കേൾക്കുന്ന ഈ വചനം ജീവനുള്ള நீ വചനമാണ്. கேள்விப்படுகிற இந்த வசனம் ஜீவனுள்ள வார்த்தைகள். നിന്റെ കണ്ണ് അടഞ്ഞിരുന്നാലോ, உன் கண்கள் மூட இருந்தாலும், നിന്റെ കാത് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ കാതിന്റെ നടുവിൽ ആമേൻ തുറക്കപ്പെട്ട കാതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. உன்னுடைய காதுகளை திறந்து கேட்கப்படுகிற வசனத்தை கவனிக்க வேண்டும். ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ കേട്ടിട്ട് വെറുതെ അങ്ങ് വിടുകയാ. அநேகர் வசனத்தை கேட்டு சும்மா போய் ആമേൻ. விடுகிறார்கள். വെറുതെ അങ്ങ് വിട്ട് കളയോ. சும்மா விட்டு ആമേൻ. ഞാൻ ഇന്ന് രാത്രി ഒരു സത്യം പറയട്ടെ. அந்த இரவிலே உங்களுக்கு ആമേൻ. சொல்லுகிறேன், ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയത്തില്ല. தேவனுக்கு உங்களை உபயோகப்படுத்த முடியாது. ദൈവത്തിന് നിന്നെ പ്രവൃത്തി ആമേൻ നിന്റെ ജീവിതത്തിൽ വിടുതൽ അയക്കുവാൻ കഴിയുകയില്ല. தேவன் தம்முடைய விடுதலை உங்களுக்கு செய்ய முடியாது. കേൾക്കണം, കേൾക്കണം, കേൾക്കാൻ കാത് തുറന്നു കൊടുക്കണം. கேட்பதற்கு காதுகளை திறந்து கொடுக்க ആമേൻ. வேண்டும். നിന്റെ കണ്ണ് തുറക്കണമെന്നില്ല, സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ. ஆமென். பரலோக சத்தம் கேட்பதற்கு கண்கள் திறக்க வேண்டியது.
വേണ്ടിയ ആവശ്യമില്ല. നിന്റെ കാതൊന്ന് തുറന്നു കൊടുത്താൽ മതി. കാതുകളെ തുറന്നു കൊടുത്താൽ ഈ രാത്രിയിലും ദൈവത്തിന് നിന്നോട് പ്രവർത്തിക്കുവാൻ, നിന്നോട് സംസാരിക്കുവാനുണ്ട്. രാത്രിവേളയിൽ ദേവനോട് പേശ செயல்பட കാത്തിരിக்கிறார். അനേകരുടെ കാതുകൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അനേകർ തങ്ങളുടെ കാതുകളെ അടച്ചു കൊണ്ടിരിக்கிறார்கள். കേട്ടാലും അത് എന്നോടുള്ളതല്ല, അത് വേറെ ഒരാളോടുള്ളതെന്ന് പറയുക. അവர்கள் சொல்லுவார்கள் இது எனக்கு சொல்லப்பட்டதல்ல, വേറെ ഒരുവருக்கு എന്ന് சொல்லுவார்கள். വേറൊരുവന് വേണ്ടിയുള്ളതാണ്. അത് വേറെ ഒരുവർക്ക് சொல்லப்பட்டது. അല്ല ദൈവവൈതലേ, അങ്ങനെയല്ല. அப்படிയല്ല ദേവപിള്ളകളെ. നീ അത് സ്വീകരിക്കാൻ തുടങ്ങണം. നീ ആ വാർത്തകളെ ഏറ്റെടുക്കാൻ തുടങ്ങണം. ഏറ്റുകൊള്ള வேண்டும். എന്നോടുള്ളതാണെന്ന് തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങണം. എനിക്കായി சொல்லப்பட்டது എന്ന് അംഗീകരിക്ക வேண்டும். ദൈവ ശബ്ദം എപ്പോഴും പ്രതിവാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ദേവന്റെ ശബ്ദം എപ്പോഴും തൊനിക്കാതെ. ദൈവം പറയുന്നത് സ്വീകരിക്കാൻ തുടങ്ങണം. ദേവൻ சொன்னவைகளுக்கு നീ ഉടനെ ഏറ്റുകൊള്ള வேண்டும். അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ തുറക്കപ്പെടാത്ത ചില വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. அப்படியானால் இதுவரைக்கும் திறக்காத வழிகள் எல்லாம் தேவன் உனக்காய் திறப்பார். ഇതുവരെ കാണാത്ത ചിലത് നിനക്ക് കാണുവാൻ കഴിയും. இதுவரைக்கும் பார்க்காத காரியங்களை பார்ப்பார். എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. என்னுடைய வாழ்க்கையில் அதிகமான அனுபவங்கள் உண்டு. ഞാൻ ഈ ചെന്നൈ പട്ടണത്തിൽ വരുവാൻ ഒരിക്കലും ആഗ്രഹിച്ചവനല്ല. நான் ചെന്നൈ പട്ടണத்துக்கு வர விருப்பப்பட்டவனல்ல. വിദേശ രാജ്യത്ത് പഠിച്ച് വിദേശ രാജ്യത്ത് ജീവിച്ചവനാ. நான் வெளி தேசத்திலே படித்து அங்கே வாழ்ந்தவன். ആമേൻ ആമേൻ. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ അമേരിക്കയിൽ വെച്ചാണ് ദൈവാത്മാവനോട് സംസാരിക്കുന്നത് ചെന്നൈയിൽ പോകാൻ. അമേരിക്ക ദേശത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ആവിയാനവർ എന്നെ ചെന്നൈക്ക് പോക சொன்னார். ഞാൻ ദൈവ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ, நான் தேவனுடைய சத்தத்தை கேட்ட பொழுது ഞാൻ ദൈവ ശബ്ദത്തോട് പ്രതികരിച്ചു. நான் தேவனுடைய சத்தத்தோடு எதிர்த்து நின்றேன். ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പോയിക്കൊള്ളാം. நான் எதிர்க்கவில்லை, நான் உடனே கீழ்ப்படிந்தேன். ആമേൻ. ദൈവമേ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. நான் போகிறேன் என்று சொன்னேன். ആമേൻ. കേട്ട ശബ്ദത്തിന് അന്ന് ഞാൻ പ്രതികരിച്ചു. தேவன் சொன்ன வார்த்தைக்கு அன்றைக்கே நான் என்னை ஒப்பு ഒരു கொடுத்தேன். ഇംഗ്ലീഷ് സഭയുടെ പാസ്റ്ററാകാൻ പോയവനാ ഞാൻ. ஒரு ആംഗല സഭയ്ക്ക് പോതകരായി ഇരിക്കപടി പോനവൻ. ദൈവാത്മാവനോട് പറഞ്ഞു, ദേവാവിയാനവൻ சொன்னார், നീ ഈ രാജ്യത്ത് നിൽക്കുകയാണെങ്കിൽ നീ ഇതേ ഇടത്തിൽ ഇരുന്നാൽ എന്റെ കരം നിനക്ക് ഭാരമാകും. என்னுடைய கரம் உன் மீது பாரமாய் இறங்கும். തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ആയിരിക്കുന്ന ചെന്നൈയിലേക്ക് പോകാൻ പറഞ്ഞു. തമിഴ്നാട്ടുடைய தலைமையிடமாகிய சென்னைக்கு போ. ഞാൻ കർത്താവിനോട് പറഞ്ഞു. நான் ஆண்டவரிடத்திலே சொன்னேன். അവിടെ വലിയ ദൈവദാസന്മാരുണ്ട്. அங்கே ஏற்கனவே अनेक ஊழியர்கள் இருக்கிறார்கள். വലിയ വലിയ സഭകളുണ്ട്. பெரிய ஊழியர்கள் சபையில் ഞാൻ இருக்கிறார்கள். എന്തിനു പോകണം? நான் ஏன் போக வேண்டும் என்று എന്നിട്ട് ഞാൻ கேட்டேன். കർത്താവിനോട് പറഞ്ഞു, நான் விதமாய் சொன்னேன், എനിക്ക് 3 കൺഫർമേഷൻ തരാമെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം. ஆண்டவரே 3 காரியங்களை உறுதிப்படுத்தினால் நான் போவேன். ദൈവാത്മാവനോട് 3 പ്രാവശ്യം വ്യക്തമായിട്ട് സംസാരിച്ചു. தேவன் என்னிடத்தில் 3 தடவை உறுதியாய் பேசினார். ഒരു മനുഷ്യനോട് ചോദിക്കാതെ ഞാൻ ആ രാജ്യത്ത് ഈ ചെന്നൈ പട്ടണത്തിൽ വന്നു. எந்த மனுஷனிடத்திலும் ஆலோசிக்காமல் அந்த தேசத்தை விட்டு சென்னைக்கு வந்தேன். 25 വർഷമായി ചെന്നൈ പട്ടണത്തിലുണ്ട്. 25 ആണ്ടുകളായിരുന്നു ഞാൻ ഒരു ചെന്നൈക്ക് സത്യം വന്നത്. ഞാൻ ദൈവമക്കളോട് ഒരു പറയട്ടെ, സത്യം உங்களுக்கு சொல்லுகிறேன். പലതും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. பலரும் ஆமென் தேவனுடைய சத்தத்தை கேமரில் புறந்தள்ளின இடத்திலே நான் சத்தத்தை கேட்டு இங்கே வந்தனால் இன்றைக்கு உங்கள் நடுவில் இருக்கிறேன். ആമേൻ. ഞാൻ വരുമ്പോൾ ആരുമില്ല, ഇവിടെ സഭയില്ല, ആരുമില്ല എന്നെ സ്വീകരിക്കാൻ. நான் இந்த தேசத்துக்கு வந்தபோது என்னை ஏற்றுக்கொள்ள யாரும் இல்லை, சபையும் இல்லை. എവിടെ താമസിക്കണം, എവിടെ ശുശ്രൂഷിക്കണമെന്ന് എനിക്കറിയത്തില്ല. நான் எங்கே வாழ்வது, எங்கே ஊழியம் செய்வது என்று தெரியாமல் ഞാൻ இருந்தேன். അമ്പത്തൂരിൽ നിന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പോകും. நான் അമ്പത്തൂരിലെ റെയിൽവേ സ്റ്റേഷனுக்கு പോவேன். ആമേൻ. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ആമേൻ തിരിച്ച് അമ്പത്തൂര് വരും. நான் சென்ட்ரல் ரயில்வே ஸ்டேஷன்ல இருந்து அம்பத்தூருக்கு வருவேன். ഭാഷ അറിയത്തില്ല, மொழி தெரியாது. ആമേൻ. ഒരു മനുഷ്യനെ അറിയത്തില്ല, மனிதர்களை பற்றி எனக்கு ഒരു தெரியாது. വ്യക്തിയുമായിട്ട് എനിക്ക് ഈ പട്ടണത്തിൽ പരിചയമില്ല. ஒரு நபரை கூட எனக்கு இங்கே தெரியாது. ഞാൻ അവസാനം പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു വാടക വീട് വേണം. நான் கடைசியாய் ஜெபித்த ஆண்டவரே ஒரு வாடகை வீடை தாரும். ആരെയെങ്കിലും നീ ഒന്ന് ഉപകരിക്കണം, എനിക്കൊരു വാടക വീട് ലഭിക്കുവാൻ. ஆண்டவரே யாரையாகிலும் எழுப்பி எனக்கு ஒரு வாடகை வீடை தாரும் என்று கேட்டேன். ആമേൻ. ദൈവാത്മാവ് ഒരു മനുഷ്യനിൽ കൂടി എനിക്കൊരു കൊച്ചു വീട് 800 രൂപ വാടകയുള്ള ഒരു വീട് എടുത്തു തന്നു. 800 രൂപ വാടകയുള്ള ഒരു ചെറിയ വീட்டை ഒരു മനുഷ്യൻ മൂലം ദേവൻ ഏർപ്പെടുത്തി തന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, சொல்லுகிறேன், ആമേൻ. എങ്കിലും എന്നോട് പറഞ്ഞ ശബ്ദമായിരുന്നു എനിക്ക് വലുത്. ஆனால் என்னிடத்தில் தேவன் சொன்ன வார்த்தை தான் எனக்கு முக்கியம். വിദേശ രാജ്യമായിരുന്നില്ല എനിക്ക് വലിയത്. வெளி தேசமல்ல எனக்கு முக்கியம். പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നില്ല എനിക്ക് വലിയത്. பாலும் தேனும் ஓடுகிற அந்த தேசமல்ல எனக்கு முக்கியம். ദൈവ ശബ്ദത്തിന് വേണ്ടി എന്റെ കാത് തുറന്നു കൊടുത്തു. தேவ சத்தத்துக்கு செவிகளை ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു സത്യം വിളിച്ചു പറയട്ടെ, உங்களுக்கு சொல்லுகிறேன், ആമേൻ. ഞാൻ വലിയവനാണെന്ന് പറയാനല്ല ഞാൻ ഇത് പറയുന്നത്. பெரியவன் என்று காண்பிக்கல்ல இதை சொல்லுவது. അനേക തെരുവ് കുഞ്ഞുങ്ങൾ അപ്പനായിരിക്കാൻ ദൈവം എനിക്ക് ഇന്ന് ഭാഗ്യം തന്നിട്ടുണ്ട്. അനേക പിള്ളേർക്ക് ഒരു ഏഴ് പിള്ളേർക്ക് തകപ്പനായി ഇരിക്കக்கூடிய ഭാഗ്യം തന്നിട്ടുണ്ട്. ആമേൻ. ആരോരുമില്ലാത്ത അനേക കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട്. ആരുമില്ലാത്ത അനാഥ പിള്ളേരെ വളർത്തി വര ദൈവൻ ഉദവി ചെയ്തു. ദൈവത്തിന്റെ പദ്ധതി അതാണെങ്കിൽ, ദൈവത്തിന്റെ ദിട്ടം അതുവാണ്. ആമേൻ. ദൈവ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുമുടി നീ അതിനോട് പ്രതികരിക്കണം. നീ അതിற்கு ഉണ്മയാகவே പലതും വിട്ട് കളഞ്ഞാലേ ദൈവ ശബ്ദത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ പറ്റത്തുള്ളൂ. നീ പലതി വിട്ട് വിലകിനാൽ മാത്രമേ ദൈവ ശബ്ദത്തിൻപടി നീ വര முடியும். യേശു അത് തന്നെയാണ് പറയുന്നത്. യേശു അതാണ് ചൊല്ലുகிறார். ആമേൻ. എന്റെ പിന്നാലെ വരുവീൻ
പിൻപറ്റുവീൻ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. യേശു சொன்னார் என்னை பின்பற்றுங்கள் என்று. അത് മതി പ്രിയ ദൈവമേ, യേശുവിന്റെ പിന്നാലെ ഒന്ന് ഇറങ്ങി തിരിച്ച് യേശുവിന്റെ പിൻഭാഗം നീ கொஞ்சம் പോയി താൻ പാറേ. അത് മതി. നിന്റെ ജീവിതത്തിൽ അവൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. അതുപോലെ ഉன்னுடைய வாழ்க்கையில் அவர் ஒரு நாள் உன்னை கைவிட மாட்டார். യേശു പറഞ്ഞു അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചു കളയോ. യേശു சொன்னார் തകപ്പനും തായും ഉன்னை തള്ളിവിടും. ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര ദൈവമൈതലുണ്ട്? എന്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ സമ്പത്തോ വീടോ ധനമോ എന്തുപേക്ഷിച്ചാലോ തായോ തകപ്പനെയാவது വീട്ടെയാவது എதையாயிലും നിങ്ങൾ ഇഴന്നു പോനാൽ ഞാൻ 100 മടങ്ങായി നിനക്ക് നൽകി തരാമെന്ന് പറഞ്ഞൊരു സ്വർഗീയ പിതാവ് നിനക്കുണ്ട്. 100 അച്ഛനായി ഉനക്ക് തരുവേൻ എന്ന് சொன்ன தேவன் ஒருவர் இருக்கிறார். ന്യായമായത് തരാമെന്ന് പറഞ്ഞാണ് അവൻ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ന്യായമായ കൂലി തരുവേൻ എന്ന് ഊഴിയത്തിലേക്ക് അழைத்தார். അവനെ പിൻപറ്റുന്നവരുടെ തലമുറ ഒരിക്കലും നശിച്ചു പോകുകയില്ല. അവനെ പിൻപറ്റുന്ന പിള്ളകൾ സന്തതികൾ ഒരു നാൾ കൈവിടപ്പെടുകയില്ല. നീതിമാന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീതിമാന്റെ സന്തതി അപ്പത്തേക്കായി ഇറந்து തിരിகிறது ഞാൻ ഇന്ന് രാത്രി നീ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവെ നീ വിശ്വസിത്താൽ, ആ ശബ്ദത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, அந்த വാർത്തയിൽ നമ്പിക്ക വയ്ത്താൽ, അവൻ നിന്നെ കൈവിടുകയില്ല. അവൻ കൈവിട മാട്ടാൻ. ഭർത്തിമായി വിളിച്ചു പറയുകയാണ്, ദാവീദ് പുത്രാ, ദാവീദിൻ കുമാരനേ, എന്നോട് കരുണ തോന്നണമേ. എനിക്ക് ഇറക്കം ചെയ്യൂ. യേശു ആരാണെന്ന് അവൻ അറിയത്തില്ല. യേശു ആരെന്ന് தெரியாது. യേശുവിനെ അവൻ കണ്ടിട്ടില്ല. യേശുവെ അവൻ பார்த்ததில்லை. ഇതിനു മുമ്പ് യേശുവിനെ പറ്റി ഒരറിവുമില്ല. ഇതിനു മുമ്പ് യേശുവെ പറ്റി അറിമുഖമില്ല. ആരോ പറഞ്ഞു യേശുവാണ് ഇതുവഴി കടന്നു പോകുന്നത്. അവൻ ചോദിച്ചു കാണും ആരാണവൻ. അവർ കേട്ടിരുപ്പാനത് യാർ എന്ന്. അവർ പറഞ്ഞു കാണും നസ്രയത്തുകാരനായ യേശുവാണ്. അവർ ചൊല്ലിയിരുപ്പാൽ നസ്രയനാകിയ യേശു എന്ന്. അവന്റെ പ്രത്യേകത എന്താണ്? അവരുടെ വിശേഷം എന്ന് അവര് പറഞ്ഞു കാണും. മറ്റുള്ളവർ പറഞ്ഞു കാണും അവൻ ഒത്തിരി രോഗികളെ സൗഖ്യമാക്കിയിട്ടുള്ളവനാണ്. അപ്പോൾ മറ്റുള്ളവർ ചൊല്ലിയിരുപ്പാൽ അവർ അനേക വ്യാധികളെ ഗുണമാക്കിയവർ. അത് മാത്രം ഈ ആമേശിമാനും ബർത്തിമായുടെ മനസ്സിലേക്ക് കയറി വന്നു. ഇത് ബർത്തിമായുടെ ഹൃദയത്തിലെ അത് പതിന്തത്. അവൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ എനിക്ക് ഇന്ന് വിടുതൽ ആവശ്യമാണ്. അവൻ ചൊല്ലുകയാണ് அப்படியான எனக்கும் அதே விடுதலை இன்றைக்கு வேண்டும். ഇന്ന് രാത്രി എനിക്ക് ഒരു വാക്യം നിങ്ങളോട് പറയാൻ പറ്റുമോ? കൊണ്ട് சொல்ல வேண்டும். മറ്റുള്ളവരെ കണ്ടും കേട്ടും ജീവിപ്പാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ சொல்லுகிறதை കണ്ടു കേട്ടല്ല വാഴ വേണ്ടിയത്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് പിന്മാറാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ சொல்லுவதை കേട്ട് ദേവനെ വിട്ട് വിലകുവതല്ല. സ്വന്തക്കാരും ബന്ധക്കാരും പറയുന്നത് കേട്ട് പിന്മാറാനല്ല യേശു പറയുന്നത്. സ്വന്തങ്ങൾ ബന്ധങ്ങൾ சொல்லுகிறதை കേട്ട് യേശു വിട്ട് പിന്മാറി പോവതല്ല. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ എന്നെ പിൻപറ്റി വര വിരുന്നിനാൻ, തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് തന്നെത്താൻ വെറുത്ത് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എടുത്തുകൊണ്ട് പിൻപറ്റ. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ എത്ര പേരുണ്ട് ഇതിനകത്ത്? അവൻ നിന്നെ കൈവിടുകയില്ല. നിന്റെ തലമുറയെ കൈവിടുകയില്ല. നിന്റെ കുടുംബത്തെ കൈവിടുകയില്ല. ആരും നിന്നോട് കൂടെ ഇല്ലെങ്കിൽ അവൻ നിന്നോട് കൂടെ ഉണ്ടാകും. ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ അവന്റെ ഉള്ളക്കരകളിൽ വഹിക്കുന്നവനാണ്. എത്ര ദൈവമക്കൾക്ക് ഒരു ആമീൻ പറയുവാൻ കഴിയും? ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. സത്യം ചൊല്ലുகிறேன். അവൻ ആർക്കും കടക്കാരനല്ല ദൈവമൈതലേ. യാർക്ക് കടൻകാരനല്ല. അവൻ ആർക്ക് കടക്കാരനല്ല. യാർക്ക് കടൻപെട്ടവരല്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചിട്ട് തകർന്നു പോയ ആരെങ്കിലും ഉണ്ടോ? യേശുவுக்காக வாழ்ந்தன எல்லாம் இழந்தேன் சொல்லுகிறவர்கள் யாராவது இருக்கிறார்களா? ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ பார்க்க முடியாது. അവന് വേണ്ടി ഇറങ്ങി തിരിച്ചവരെല്ലാവരും അനേകരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരെ പിൻപറ്റിയവർ എല്ലാവരെയും ദേവൻ ആശീർവദിച്ചേ இருக்கிறார். ആമേൻ. അവർ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, അവർ ആശീർവദിക്കപ്പെട്ടത് മാത്രമല്ല, മറ്റുള്ളവരെ അവർ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർ മറ്റുള്ളവർക്ക് ആശീർവാദമായി இருக்கிறார். ഇന്ന് രാത്രി നിങ്ങൾ അത് വിശ്വസിക്കണം. രാത്രി നിങ്ങൾ അത് വിശ്വസിക്കണം. ആമേൻ. ബർത്തിമായി പറഞ്ഞു, ബർത്തിമായി ചൊല്ലുகிறார், എനിക്ക് സൗഖ്യം തന്നേ പറ്റിയേ പറ്റത്തുള്ളൂ. എനിക്ക് വിടുതலை സുഖത്തെ തര வேண்டும். വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു മിണ്ടാതിരിക്കുക, എല്ലാവരും ചൊല്ലുகிறார் அமைதியாயிரு, സംസാരിക്കാതിരിക്കുക. பேசாமல் இரு. യേശുവിന് ഒത്തിരി കാര്യം ചെയ്യാനുണ്ടെന്ന്. യേശുവിന് நிறைய ஊழியம் இருக்கிறது. ഓ, യേശുവിന് ഒത്തിരി കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യാനുണ്ട്. യേശുവിന് അനേക ஊழியம் செய்ய வேண்டி இருக்கிறது. യേശു പറഞ്ഞു, യേശു ചൊല്ലുகிறார், മറ്റുള്ളവർ പറയുന്നതല്ല അവന്റെ കാതുകളിൽ ചെന്നത്. മറ്റവர்கள் சொன்னதல்ல അവരുടെ കാതിൽ പോനത്. നിലവിളിക്കുന്ന ബർത്തിമായി കുരുടന്റെ ശബ്ദം യേശുവിന്റെ കാതിൽ ചെന്നു. കൂക്കിട്ട് അലറുകിற കൂപ്പിടുகிற പരുതുമീൻ സത്തം தான் അവരുടെ കാതുകളിൽ വന്ന് ഏറുகிறது. ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ടിട്ട് നിൽക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ അവരുടെ ശബ്ദത്തെ കേട്ട് നിൽക്കக்கூடிய ഒരു ദേവൻ ഇങ്ങ് இருக்கிறார். இந்த வேளையிலே നീ നിന്റെ ആമൻ പ്രാർത്ഥനാ മുറിയിൽ നിലവിളിക്കുന്ന നിന്റെ
നിന്റെ കരച്ചിലിന്റെ ശബ്ദം, உன்னுடைய ஜெப அறையிலே நீ அலறி ஜெபிக்கிற உன் கண்ணீரின் சத்தம், നിന്റെ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ കിടക്കയിൽ നീ എഴുന്നേറ്റിരുന്ന് കരയുന്ന നിന്റെ കരച്ചിലിന്റെ ശബ്ദം, இரவு நேரங்களிலே உன்னுடைய படுக்கையிலிருந்து எழுந்து நீ கண்ணீரோடு ஜெபிக்கிற அந்த சத்தம், കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാതെ പട്ടിണിയായി കിടക്കുന്ന സമയത്ത് എന്ത് ദൈവമേ എന്ന് നീ നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം, பிள்ளைகளுக்கு ஆகாரம் கொடுக்க முடியாதபடிக்கு இருக்கிற நிலைமையில ஆண்டவரே என்று சொல்லுகிற உன்னுடைய சத்தம். ഇന്ന് രാത്രി ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ. உங்களுக்கு ஒரு சத்தியம் ഈ சொல்கிறேன். ശബ്ദം കേൾക്കുന്ന ഒരു യേശു ഉണ്ട് കേട്ടോ. உன்னுடைய சத்தத்தை கேட்கிற தேவன் ஒருவர் ഈ യേശു. ശബ്ദം കേൾക്കുന്ന ഒരു കർത്താവ് ഉണ്ട് കേട്ടോ. உன்னுடைய சத்தத்தை கேட்கிற യേശു. വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വസിച്ചാൽ மட்டும் போதுം, വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വസിച്ചാൽ പോതും, നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അവൻ എന്നെ അനാഥനായി വിടുകയില്ലെന്ന് നീ വിശ്വസിച്ചാൽ മതി. ഓ എന്റെ തലമുറയെ അവൻ കൈവിടുകയില്ലെന്ന് വിശ്വസിച്ചാൽ മതി. അവൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്നവനാണ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽ ആമേൻ പറയുവാൻ കഴിയും? ഒരു നേരത്തെ ആഹാരത്തിന് വലഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. ഒരു നേരത്തേക്ക് ആഹാരമില്ലാமல் കഷ്ടപ്പെട്ടവൻ, വാടക കൊടുക്കാൻ കാശില്ലാതെ കഷ്ടപ്പെട്ട് ചെന്നൈ പട്ടണത്തിൽ കഷ്ടപ്പെട്ട മനുഷ്യനാണ് ഞാൻ. കൊടുക്ക முடியாதபடிக்கு ചെന്നൈയിലെ കഷ്ടപ്പെട്ടവൻ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ. ഒരു സത്യം ചൊല്ലുகிறேன். ഇന്ന് എന്റെ ഞങ്ങളുടെ ഹോമിൽ 70 അനാഥ കുഞ്ഞുങ്ങളുണ്ട്. நாங்கள் நடத்தக்கூடிய அநாத இல்லத்தில் 70 பிள்ளைகள் இருக்கிறார்கள். 23 ആമേൻ ഫുൾ ടൈം സ്റ്റാഫ് ഉണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര്. 23 മുഴു നേര വേലയാட்கள் എங்களுக்கு இருக்கிறார்கள். ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. ഒരു സത്യം ചൊല്ലുகிறேன். ഇതൊന്നും എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നൊന്നുമല്ല. എല്ലാം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ 70 കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. இந்த பிள்ளைகளெல்லாம் ஆங்கில மீடியத்திலே CBSE സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഫീസ് കൊടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഫീസ് ഞങ്ങളെ കൊടുത്ത് ഞാൻ എന്തിനു പറയുന്നെന്ന് ചോദിച്ചാൽ, നിന്നെ വിളിച്ച ദൈവം ഒരു മനുഷ്യനല്ല, നിന്നെ വിളിച്ചവൻ സർവശക്തനായ ദൈവമാണ്. അழைച്ചത് ഒരു മനുഷ്യനല്ല, സർവ വല്ലമயான ദേവൻ ഉന്നെ അழைച്ചു. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയട്ടെ. വിശ്വസിക്ക വേണം. അവൻ ആർക്ക് കടക്കാരനല്ല, ആർക്ക് കടൻപെട്ടവനല്ല. നാളെ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. നാളെ ഇതിന് എന്നാകുമെന്ന് എനിക്ക് தெரியாது. എനിക്കറിയാം എനിക്കൊരു അപ്പനുണ്ട്, എനിക്ക് தெரியும் എനിക്കൊരു തകപ്പൻ ഇരിക്കുന്നു. എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, അழைച്ചവർ ഇരിക്കുന്നു. എന്നെ വേലക്കാക്കി വെച്ച ഒരു കർത്താവുണ്ട്, ഊഴിയത്തിൽ ഏർപ്പെടുത്തിയവർ ഇരിക്കുന്നു. അവൻ എന്നെ കൈവിടത്തില്ല, നല്ല ഉറപ്പുണ്ട് എന്റെ ജീവിതത്തിൽ. എന്നെ കൈവിടുകയില്ല എന്ന ഉറുതി എനിക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്ന തായ് തകപ്പന്മാരെ, കർത്തൃദാസന്മാരെ, ഊഴിയர்களே, നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് കർത്താവേ നാളെ എങ്ങനെയാകും? നിങ്ങൾ നിனைக்கிற നാളേക്ക് എന്നെ ചെയ്വേൻ ആണ്ടവരേ എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ വിശ്വാസിത്താൽ വിശ്വാസ കേൾവിയാലോ, വിശ്വാസ കേൾവിയാൽ വരും. ആമേൻ ആമേൻ ക്രിസ്തുവിന്റെ വചനത്താലും അത്രേ ഉണ്ടാകുന്നത്. കേൾവി ദേവന്റെ വചനത്തിനാലേ വരും. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ആമേൻ ജീവിതത്തിൽ ഒരു തീരുമാനത്തോടെ കടന്നു പോകാവൂ. രാത്രിയിലെ ഒരു வாழ்க்கையில തീരുമാനത്തോടെ இந்த இடத்தை വിട്ട് പോക வேண்டும். ഞാൻ പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു തീരുമാനത്തോടെ ഞാൻ പോകും. ഞാൻ இந்த இடத்தை വിട്ട് എഴുந்து പോകുമ്പോൾ ഒരു തീരുമാനത്തോടെ പോവേ. എത്ര വലിയ പ്രസംഗം കേട്ടാലും, എவ்வளவு பெரிய പ്രസംഗം കേട്ടിരുന്നാലും, നിന്റെ തീരുമാനത്തിന് മേലാണ് സ്വർഗം പ്രവർത്തിക്കുന്നത്. നീ എടുക്കുന്ന തീരുമാനത്തിനുപടി தான் தேவன் உனக்கு கிரியை செய்வார். നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നാം എടുക്കുന്ന തീരുമാനത്തിനുപടിயாக தான் தேவன் செயல்படுவார். അബ്രഹാമിനോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ, അബ്രഹാമിനോട് നീ പോ എന്ന് சொன்னபோது, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോക മാട്ടേ എന്ന് சொல்லியிருந்தாൽ, അവൻ ഒരിക്കലും വിശ്വാസികളുടെ പിതാവായി മാറുകയില്ലായിരുന്നു. ഒരു നാൾ വിശ്വാസികൾ തകപ്പനായി മാറിയിരിക്കും. ഇന്ന് രാത്രികാലം നീ ഇറങ്ങി തിരിച്ചാലേ ദൈവ പ്രവൃത്തി കാണാൻ പറ്റുകയുള്ളൂ. നീ ഉണ്മയായി അവർക്ക് കീഴ്പ്പടിந்து വന്നാൽ ദേവന്റെ ക്രിയകളെ കാണാൻ, ദൈവ പ്രവൃത്തി കണ്ടിട്ട് ഇറങ്ങാനല്ല കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. കണ്ട പിற்பாடு നീ വരല്ല, വിശ്വാസത്തോടെ ഇറങ്ങി തിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കാണുവാനിടയാകും. വിശ്വാസത്തോടെ കീഴ്പ്പടിந்து വരുമ്പോൾ ദേവന്റെ ക്രിയകളെ ഒരു வாழ்க்கையிலே കാണാൻ, അതാണ് വചനം പഠിപ്പിക്കുന്നത്. അതാണ് വേദം ചൊല്ലുகிறது. ആമേൻ. അവന്റെ ജീവിതത്തിൽ അവൻ സൗഖ്യമുള്ളവനായി മാറി. അങ്ങേ അവൻ സുഖമുള്ളവനായി മാറുகிறான். അവന്റെ ജീവിതത്തിൽ ഇതുവരെ പ്രാപിക്കാത്തതായ ആമേൻ സന്തോഷം അവന്റെ ജീവിതത്തിൽ പ്രാപിച്ചു. வாழ்க்கையில் இதுவரைக்கும் கிடைக்காத மகிழ்ச்சியை பெற்றுக்கொள்கிறான். എല്ലാവരും ചോദിക്കും പെന്തക്കോസ്തുകാർക്ക് എന്നെ ഇത്രയും വലിയ സന്തോഷം? അനേകർ കേൾക്கிறாள் പെന്തക്കോസ്തുകാർക്ക് மட்டும் என்ன இவ்வளவு சந்தோஷம்? ഇത്ര വലിയ ചിരി എന്നെ അവരുടെ മുഖത്ത് നോക്കിയാൽ ഇത്ര തന്നെ ചിരിയെന്ന്. அவங்க முகத்தை பார்த்தா இவ்வளவு சிரிக்கிறாங்க, என்ன காரணம்? ദൈവമക്കളെ കണ്ടാൽ റോഡിലും വഴിയിലും ഒക്കെ കണ്ടാൽ തിരിച്ചറിയാം. ஒரு தேவ பிள்ளை எங்கு வைத்து பார்த்தாலும் கண்டுபிடிக்கலாம்.
കണ്ടുപിടിക്കാൻ പറ്റുമോ? முடியுமா? നീ ഒരു ദൈവ പൈതലാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. நீ ஒரு தேவ பிள்ளை என்றால் மற்றவர்கள் எளிதாக கண்டுபிடிக்க முடியும். ഫ്ലൈറ്റേ കയറിയാലും പറ്റും കണ്ടുപിടിക്കും, ട്രെയിനേ കയറിയാലും കണ്ടുപിടിക്കാൻ പറ്റും. ஆமா, ஃளைட்ல போனாலும் சரி ட்ரெயின்ல போனாலும் சரி ஈஸியா கண்டுபிடிக்கலாம். അവൻ കാരണം നിന്റെ മുഖത്തൊരു ദൈവ തേജസ് ഉണ്ട്. ஏனென்றால் உங்களுடைய முகத்துல ஒரு தேவ மகிமை നീ இருக்கிறது. വാടിയ മുഖത്തോട് പോകയില്ല. நீ வாடின முகத்தோடு அல்ல. നിന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. உனக்குள்ள ஒரு விசுவாசம் உண்டு. തിളച്ചു മറിയുന്ന ഒരു വിശ്വാസം നിന്റെ ഉള്ളത്തിൽ കിടക്കുകയാണ്. உனக்குள்ளாய் பெருகுகிற ஒரு நம்பிக்கை இருக்கிறது. കയ്യിൽ 10ന്റെ കാശ് കാണത്തില്ല, கையில 10 ரூபாய் இருக்காது. പക്ഷെ നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ കോടികളുടെ പ്രോജക്റ്റ് ആയിരിക്കും. ஆனா நம்முடைய திட்டங்கள் எல்லாம் பல லட்சங்களோடு. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യെസ്, ആമേൻ. 20 വർഷം മുമ്പ് 4 ഗ്രൗണ്ട് സ്ഥലത്തിന് 5 പൈസ ഇല്ലാതെ അഡ്വാൻസ് ആമേൻ ഞാൻ ആമേൻ ഇറങ്ങി തിരിച്ചവനാ. 20 வருஷங்களுக்கு முன்பாக 4 கிரவுண்ட் இடத்துக்கு கொடுக்க 5 பைசா இல்லாத நிலைமையில் இருந்தேன். ആമേൻ ഞാൻ ഒരു പൈസ ഇല്ലാതെ ആമേൻ ഞാൻ ആമേൻ ഒരു മനുഷ്യനോട് കയറി വാക്ക് പറഞ്ഞ് 6 മാസം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തോളാം എന്ന് പറഞ്ഞു. அப்படி ஒரு பணமும் என்கிட்ட இல்லாத நிலைமையில 6 மாசம் டைம் கொடுங்க நான் வாங்கி கொள்றேன்னு சொல்லியிருந்தேன். 20 വർഷം മുമ്പ് മുഖപ്പേർ 20 ஆண்டுகளுக்கு முன்பாக முகப்பேர்ல ആമേൻ 4 ഗ്രൗണ്ട് സ്ഥലം 4 கிரவுண்ட் இடம் 5 മാസം കഴിഞ്ഞു. 5 மாதம் முடிந்தது. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. ஆனா என் கையில 5 பைசா வரல. 40 ലക്ഷം രൂപ വേണം. 40 லட்சம் தேவைப்பட்டது. രജിസ്റ്റർ ചെയ്യാൻ 5 ലക്ഷം രൂപ, മൊത്തം 45 ലക്ഷം രൂപ വേണം. രജിസ്റ്റർ ചെയ്യാൻ 5 ലക്ഷം, മൊത്തം 45 ലക്ഷം தேவைப்பட்டது. ആമേൻ. കൂടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി എന്നോട് പറഞ്ഞു, கூட இருந்த விசுவாசி இப்படி சொன்னார்கள், ചുക്ക് കഷായം കുടിച്ചിട്ട് ഉലക്ക വിഴുങ്ങിട്ട് ചുക്ക് കഷായം കുടിച്ചോണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞു. உலக்கைய விழுங்கிட்டு சுக்கு கஷாயம் குடிச்சு என்ன புண்ணியம்னு கேட்டாங்க. ആമേൻ എന്ന് പറഞ്ഞ അകലക്കാല് വെച്ചെന്ന് പാസ്റ്റർ. அப்படின்னா என்ன அர்த்தம்? நீங்க அகலக்கால வச்சிட்டீங்களா? ആമേൻ. ഞാൻ ഒരു സത്യം പറയട്ടെ, അദ്ദേഹം എന്നെ വിട്ട് വേറെ ഒരു സഭയ്ക്കകത്ത് പോയി. நான் சொல்லுகிறேன், அவர் என்னை விட்டு பிரிந்து வேற ஒரு இடத்துக்கு போயிட்டார். വല്ലപ്പോഴും 100 രൂപ സ്വതരാഴ്ച ഇരുന്ന വിശ്വാസിയായിരുന്നു. എപ്പാ 100 രൂപ തര ആളാ இருந்தார், അവരും പോയിട്ടാர். ആമേൻ. വളരെ ഭാരമായി, அதிக கவலை வந்தது. ആമേൻ. ഒരു മനുഷ്യന് സഹായമില്ല, எந்த மனுஷனும் உதவி செய்யவில்லை. ആമേൻ. രജിസ്റ്റർ ചെയ്യാൻ 2 ആഴ്ച സമയമുണ്ട്. அதை பதிவு செய்ய 2 வாரங்கள் டைம் இருந்தது. മുഴങ്കാലം അടക്കാൻ തുടങ്ങി. മുഴങ്കാൽ പടിയിട്ടേ, എന്റെ ദൈവമേ നീ എന്നെ ആമേൻ നാണം കെടുത്തരുത്, എന്നെ ആമേൻ മനുഷ്യന്റെ മുമ്പിൽ ആമേൻ നീ എന്നെ കൈവിടരുത്. ஆண்டவரே நான் வெட்கப்பட்டு போகாதபடி செய்யும், மனுஷர்கள் முன்பாக நான் வெட்கப்பட ஆண்டவரே விடாதீயும் என்று சொன்னேன். ദൈവ പൈതലേ, ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ. ഞാൻ ഒരു സത്യം சொல்கிறேன். ആമേൻ. രജിസ്ട്രേഷൻ പറഞ്ഞതിന് ഒരാഴ്ച മുമ്പ് മുഴുവൻ പൈസയും ഒരു ദൈവസഭ എനിക്ക് നൽകി തന്ന ആ സ്ഥലം ആമേൻ രജിസ്റ്റർ ചെയ്യുവാൻ ദൈവമിടയായി. அந்த இடத்தை பதிவு செய்வதற்கு ஒரு வாரத்துக்கு முன்பதாக எவ்வளவு தேவைப்பட்டதோ அதை ஒரு சபை எனக்கு தந்தார்கள். அதை பதிவு செய்ய கர்த்தர் உதவி செய்தார். ഇന്നലെയോ ഇന്നോ നടന്ന കാര്യമല്ല, இன்றைக்கு நேற்று நடந்ததல்ல. 20 വർഷം മുമ്പ് ചെന്നൈ നടന്ന കാര്യമായി പറയുന്നു. 20 ஆண்டுகளுக்கு முன்பாக சென்னையில் நடந்த அற்புதம். ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, சும்மா இதை சொல்லுகிறேன். എന്റെ വിശ്വാസ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. என்னுடைய வாழ்க்கையின் அனுபவம் விசுவாசமாய் இருந்தது. നിങ്ങൾ അവനെ കേറി മുറുക്ക പിടിച്ചാ മതി, അവൻ നിന്നെ കൈവിടത്തില്ല. நீங்கள் அவரை உறுதியாய் பிடித்துக் கொண்டால் போதும், அவர் உங்களை கைவிட மாட்டார். ഞാനും നിങ്ങളും വിചാരിക്കുന്നു മറ്റു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയാ. നാം അനേക നേരം മറ്റു മനുഷ്യരുടെ മുഖങ്ങളെ பார்க்கிறோம். ദൈവത്തിന്റെ മുഖത്ത് നോക്കും, പാസ്റ്ററുടെ മുഖത്ത് നോക്കും. தேவனுடைய முகத்தையும் கவனிப்போம், போதகருடைய முகத்தையும் ആമേൻ. கவனிப்போம். മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും, ദൈവത്തിന്റെ മുഖത്ത് നോക്കും. மற்றவர்களை கவனிப்போம், ஆண்டவருடைய முகத்தை பார்ப்போம். ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം തള്ളി வைத்து விட்டு മുഴങ്കാലം അടക്കാൻ നീ ഒന്ന് സമയം ഏറ്റെടുക്കുന്നുവെങ്കിൽ, മുഴങ്കാൽ പടിയിട கொஞ்ச നേരം നിന്റെ കാര്യവും വ്യവഹാരവും നടത്തുവാൻ ഒരുവനുണ്ടെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നുവെങ്കിൽ, உன்னுடைய காரியங்களை எல்லாம் செய்வதற்கு ஒருவர் உண்டு என்று நீ விசுவாசிக்கும் അവൻ போது, നിനക്ക് വേണ്ടി 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. உனக்காக 4ஆம் ஜாமத்தில் இறங்கி வருகிற தேவன் இருக்கிறார். ഇസ്രായേലിന്റെ കാവൽക്കാരൻ മയങ്ങുകയില്ല. இஸ்ரவேலை காக்குகிறவர் உறங்குகிறதுமில்லை. ആമേൻ. അവൻ ഉറങ്ങുകയില്ല. தூங்குகிறதுமில்லை. ആമേൻ. അവൻ നിന്റെ പരിപാലകനാണ്. அவர் உன்னை നീ பாதுகாக்கிறவர். വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ விசுவாசமாய் வருவாய் என்றால் അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന് ജൈത്രയാത്രയായി മാറും. வாழ்க்கையில் அற்புதங்கள் சரித்திரமாய் மாறும். ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ எத்தனை பேர் കഴിയും? விசுவாசிக்கிறீர்கள்? ആമേൻ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. என்னுடைய நீதிமான் தன் விசுவாசத்தினாலே பிழைப்பான். ആകയാൽ വിശ്വാസം കേൾവിയാലോ, எனவே விசுவாசம் கேள்வியினாலே வரும். കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. கேள்வி தேவனுடைய வசனத்தினாலே வரும். വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോ, வசனத்திலே வரும் பொழுது, ആമേൻ, യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ, யோபின் புத்தகம் 42ஆம் அதிகாரம் வாசிக்கும்போது അതിന് 1-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ முதல் വസനത്തിൽ വിവിധമായി ആമേൻ. சொல்கிறது. യോബ് പറയുന്ന ഒരു ഭാഗമുണ്ട്. யோபு சொல்லுகிறார், യഹോവേ, നിനക്ക് സകലതും കഴിയുമെന്നോ, தேவரீர் சகலத்தை செய்ய வல்லவர். നിന്റെ വിചാരങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. நீர் நினைப்பது ஒன்று தடைபடாது என்பதை நான் ഇന്ന് രാത്രി എത്ര அறிந்திருக்கிறேன். ദൈവവൈദ്യനത് വിശ്വസിക്കുവാൻ കഴിയും? எத்தனை பேர் நீங்கள் அதை விசுவாசிக்கிறீர்கள்? യഹോവേ, നിന്റെ പ്രവർത്തികൾ വലിയവയാണ്. தேவரீர் உம்முடைய
செயல்கள் பெரியவைகள். നിനക്ക് സകലതും ചെയ്തെടുക്കുവാൻ കഴിയോ? உம்மால் எல்லாம் செய்ய முடியும் നിന്റെ ஆண்டவரே. വിചാരങ്ങളൊന്നും അസാധ്യമല്ല. நீர் செய்ய நினைத்தது ஒன்று தடைபடாது. ആർക്കും തടസ്സം നിൽക്കുവാൻ കഴിയുകയില്ല. யாராலும் தடுக்க முடியாது. അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, இவன் விதமாய் ഞാൻ சொல்கிறான், നിന്നെ പറ്റി ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, நான் உம்மை குறித்து கேள்விப்பட்டேன். എന്നാൽ ഇന്ന് ഞാൻ നിന്നെ എന്റെ വിശ്വാസ കണ്ണാൽ കണ്ടിരിക്കുകയാണ്. ஆனால் இப்போது என் விசுவாச கண்களை நான் உம்மை காண்கிறேன். ഒന്നും രണ്ടും അനുഭവങ്ങളല്ല അവന് പറയുവാൻ ஒன்று കഴിയുന്നത്. இரண்டு அனுபவங்கள் எல்லாம் இங்கே சொல்லுவது. ഓരോ മക്കളുടെ മൃതശരീരവും ഭവനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമോ? அவருடைய பிள்ளைகளுடைய சரீரங்கள் பிணங்கள் எல்லாம் அடுக்கி வைத்த போது, ആമേൻ. അവന്റെ ജീവിതത്തിലെ സകലതും നഷ്ടമാകുമ്പോ, அவருடைய வாழ்க்கையில எல்லாம் இழந்து போன போது, ആമേൻ, അവന്റെ ശരീരം ആമേൻ ആമേൻ ജീവിതത്തിൽ തകർന്നു കഴിയുമ്പോ, அவருடைய சரீரம் எல்லாம் எல்லாம் முடிந்து நம்ம சோர்ந்து போன போது, ആമേൻ, അവൻ ഒറ്റ കാര്യമേ പറയുവാൻ കഴിയുള്ളൂ, ஒன்றை എന്റെ சொன்னார், നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത് പോലെ, நீதிமான் விசுவாசத்தினால் பிழைக்கிறது போல, ആമേൻ, എനിക്കൊരു സത്യം അറിയാം, எனக்கு ஒரு சத்தியம் ആമേൻ, தெரியும், ഞാൻ ഒരു നാൾ അവനെ മുഖാമുഖം കാണും, நான் ஒரு நாள் முகமுகமாய் அவரை ആമേൻ. ആ கண்டேன். വിശ്വാസത്തോടെ അവൻ കടന്നു പോകുകയാണ്. அவன் அந்த விசுவாசத்தோடு ജീവിത வாழ்கிறான். യാത്രയുടെ അവസാനം താൻ ഇങ്ങനെ പറയുന്നു, கடைசியாக விதமாய் சொல்லுகிறான், ആമേൻ, ഞാൻ നിന്നെ പറ്റി ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ஆண்டவரே, என் காதினால் உம்மை குறித்து கேள்விப்பட்டேன், ഇപ്പോൾ എനിക്ക് ഇതിനെ വിശ്വാസത്താൽ കണ്ണുകളാൽ കാണാൻ இப்பொழுதோ കഴിയുന്നു. என் விசுவாச கண்களால் நான் உம்மை பார்க்கிறேன். കേട്ട് കഴിഞ്ഞപ്പോൾ ഈയോബ് കയറി വിശ്വസിച്ചെന്നേ. கேட்டபோது அவன் யோபு விசுவாசித்தான். അവന് പറയാൻ കഴിയും, ആരെല്ലാം എതിർത്ത് പറഞ്ഞാൽ എനിക്കറിയാ, എന്നെ അറിയുന്ന ഒരുവനുണ്ട്. யோபுக்கு நன்றாய் தெரியும், யாரெல்லாம் என்னை எதிர்த்து பேசினாலும் என்னை நன்றாய் அறிகிறவர் ஒருவர் എന്റെ இருக்கிறார். സ്നേഹിതർ എന്നെ തള്ളിക്കളഞ്ഞു, என் நண்பர்கள் என்னை ஒதுக்கி എന്റെ வைக்கிறார், ഭാര്യ എന്നെ തള്ളിക്കളഞ്ഞു, என் மனைவி என்னை എന്റെ புறக்கணிக்கிறார், മക്കളെല്ലാം എന്നെ വിട്ടിട്ട് പോയി, என் பிள்ளைகள் எல்லாம் என்னை விட்டு എന്റെ போயிருக்கிறார், ദാസന്മാരും ദാസിമാരും മരിച്ചുപോയി, என் വേലക്കാരിൽ എന്റെ മരിച്ചിരിக்கிறார், സമ്പത്തെല്ലാം ഇല്ലാതായി, என்னுடைய சொத்தெல்லாம் இல்லாமல் എന്റെ ശരീരം മുഴുവനും വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ടു. என் சரீரம் முழுவதும் ரணமாய் அவன் പക്ഷേ இருக்கிறார். എനിക്കൊന്നറിയാം, ஆனா எனக்கு ஒன்று അവന്റെ தெரியும், വിചാരങ്ങളൊന്നും അസാധ്യമാകയില്ല. அவர் செய்ய நினைத்தது ஒன்று ഇന്ന് தடைபடாது. രാത്രി നിനക്ക് വിരോധമായി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ, ராத்திரி வேளை உனக்கு எதிராக யாரெல்லாம் என்ன சொல்லி ആരെല്ലാം നിന്നെ കൈവിട്ടാലോ, யார் உன்னை கைவிட்டிருந்தாலும், ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു யார் உன்னை പോയാലോ, புறக்கணித்திருந்தாலும், ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ராத்திரி வேளையிலே தேவ ഒരു பிள்ளையே, സത്യം ഞാൻ വിളിച്ചു പറയട്ടെ, ஒரு சத்தியம் சொல்கிறேன். ക്രിസ്തുവിൻ നിന്നെ പറ്റി വിചാരിച്ചത് ആർക്ക് തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. ஆண்டவர் உன்னை குறித்து திட்டமிட்டதை யாராலும் தடுக்க முடியாது. ആമേൻ. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിപ്പായാനാൽ, നിന്നോടുള്ള വാഗ്ദത്തത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ഉന്നോടുള്ള വാഗ്ദത്തത്തിൽ ഇന്ന് രാത്രി നീ അത് ആമേൻ പ്രാപിച്ചു കൊള്ളണം. நீ அதை பெற்றுக்கொள்ள வேண்டும். എന്നോട് പറഞ്ഞതൊരു മനുഷ്യനല്ല, என்னிடத்தில் சொன்னது மனிதன் அல்ல, എന്നോട് പറഞ്ഞതൊരു പ്രസ്ഥാനമല്ല, என்னோடு சொன்னது ஸ்தாபனம் அல்ல, എന്നോട് പറഞ്ഞവൻ സ്വർഗസ്ഥനായ പിതാവാണ്. என்னிடத்தில் சொன்னது பரலோக ഇന്ന് தேவன். രാത്രി നീ ആ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ராத்திரி இயேசு விசுவாசிக்கும் നിന്റെ பொழுது, ഏത് പ്രതിസന്ധികളുടെ നടുവിലോ வாழ்க்கையில எந்த ഇന്ന് சூழ்நிலையிலும் രാത്രി അവൻ ഇറങ്ങി വരുവാൻ ശക്തനാ. உனக்காய் இறங்கி வர നിന്റെ வல்லவன். ഭാരങ്ങളെ ചുമക്കുവാൻ അവൻ உன் ശക്തനാ. பாரங்களை சுமக்க നിന്റെ வல்லவன். രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അവൻ உன் ശക്തനാ. வியாதிகளை சுகமாக்க வல்லவன். നിന്റെ കടഭാരം മാറ്റുവാൻ അവൻ ശക്തനാ. பிரச்சனையை மாற்றவர் வல்லவன். നിന്റെ തലമുറയെ വളർത്തുവാൻ അവൻ உன் ശക്തനാ. பிள்ளைகளை வளர்த்தவர் வல்லவன். നിന്റെ ഇല്ലായ്മയെ അവൻ ഉരുളാക്കി മാറ്റുവാൻ അവൻ உன்னுடைய ശക്തനാ. இல்லாமையை மாற்றி அமைக்க அவரால் നിന്റെ முடியும். ഒഴിവുകളെ നിറയ്ക്കുവാൻ അവൻ ശക്തനാ. ആശീർവദിച്ച് നിന്റെ ജീവിതത്തിൽ ശക്തമായ ദൈവപ്രവൃത്തി അവൻ ഇന്ന് ചെയ്തെടുക്കുന്നവനാണ്. ராத்திரியிலே உன்னுடைய வாழ்க்கையில வல்லமையான செயல்களை செய்ய அவர் வல்லவன். ആരെല്ലാം തടസ്സം നിന്നാലോ, யாரெல்லாம் தடுத்தாலும், എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ആർക്കും എതിര് നിൽക്കുവാൻ കഴിയില്ല. தேவன் செய்கிறதை தடுக்க எதிர்த்து நிற்க ஒருவனாலும் முடியாது. തേമാനായ എലിഫസ് വന്ന് പറഞ്ഞു, எலிப்பா சொல்கிறான், തേമാനായ എലിഫസ് വന്ന് പറഞ്ഞു, தேமானியனாகிய எலிப்பா சொல்கிறான், അല്ലയോ വെറുതെയാണോ ഒരു നീതിമാൻ ഇങ്ങനെ നശിച്ചു പോയത്? நீதிமானாகிய ஒருத்தன் இப்படி சும்மா அழிந்து போகிறான். ആമേൻ, ആമേൻ. നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? உண்மையுள்ள எங்கே முடிந்து നീ போகிறார்கள்? ഇങ്ങനെ നിനക്കത് സംഭവിച്ചതിന്റെ കാരണം എന്താണ്? யோபுவே, உங்களுக்கு இப்படி நடந்த காரணம் என்ன? പലരുടെയും ജീവിതത്തിൽ അങ്ങനെയല്ലേ? அநேகருடைய வாழ்க்கையில் அப்படித்தானே. ചെറിയൊരു പ്രശ്നം വരുമ്പോ, சின்ன பிரச்சனை வரும் பொழுது, ഒരു രോഗം വരുമ്പോ, வியாதி வரும் பொழுது, ഒരു കഷ്ടം വരുമ്പോ, ஒரு துன்பம் வரும்போது, എല്ലാരും പറയും പാസ്റ്ററിന് എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ, அநேகர் சொல்வாங்க இந்த பாஸ்டருக்கு ஏதோ ஒரு பிரச்சனை പാസ്റ്റർ இருக்கு. എന്തോ ആമേൻ ആമേൻ തന്റെ ജീവിതത്തിൽ ഏതോ കാര്യത്തിൽ ആമേൻ
ക്രമക്കേട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. அந்த பாஸ்டர் ஏதோ ஒரு காரியத்தில் அவர் ஒழுங்கற்று இருக்கிறார் அப்படின்னு சொல்லுவாங்க. ആമേൻ. എന്നാൽ ആമേൻ ഹല്ലേലൂയ യോബ് ഒന്നും മിണ്ടിയില്ല. ஆனா யோபு ஒன்றும் பதில் சொல்லவில்லை. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. பதில் சொல்லவில்லை അവൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അനേക നേരം நினைப்பேன், കർത്തൃദാസന്മാരായ ഞങ്ങൾ പലതിനും മറുപടി പറയത്തില്ല. ஊழியக்காரர்களாகிய நாங்கள் எல்லாருக்கும் பதில் சொல்ல மாட்டோம். പലരും പലതും പറഞ്ഞു കേൾക്കുമ്പോ അനേകർ പലதை சொல்லும்போது ഇങ്ങനെ മൗനമായിട്ടിരിക്കും. நாங்கள் மௌனமாய் இருப்போம். ഇല്ലേ കർത്തൃദാസന്മാര്? നമ്മൾ മിണ്ടായിരിക്കത്തില്ലേ? அப்படிதான் அமைதியாதானே இருப்போம். ഞങ്ങൾക്ക് മിണ്ടാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, பேச தெரியாது, മറുപടി പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, பதில் சொல்ல தெரியாது என்றால் ഞങ്ങൾക്ക് ഒന്നറിയാം, எங்களுக்கு ஒன்று தெரியும். ഞങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, ഞങ്ങളെ നന്നായി അറിയുന്ന ദേവൻ ഒരുവൻ, ഞങ്ങളെ അറിയുന്ന ഒരു അപ്പനുണ്ട്, ഞങ്ങളെ അറിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയം അറിയുന്ന ഒരു അപ്പനുണ്ട്, ഞങ്ങളെ നന്നായി അറിയുന്നവൻ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു സ്വർഗ്ഗമുണ്ട്, വേദനകൾ അറിയുന്ന ദേവൻ இருக்கிறார். ഓരോ ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവയുടെ ഊഴിയർകളെ പൊറുത്തവരെ എല്ലാം അവര് സഹിക്കും, എല്ലാം അവര് സഹിക്കും, എല്ലാവற்றையும் സഹിத்துக் கொள்வார்கள். പക്ഷെ ആടുകൾ ചിതറുന്നത് അവര് സഹിക്കത്തില്ല. ஆனால் ஆடுகள் சிதறடிக்கப்படுகிறதை அவர்களால் சகிக்க முடியாது. ഒരു മെയ്പ്പനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം, ഒരു മെയ്പ്പനെ പൊറുത്തവരെ ആമേൻ, എന്തെല്ലാം നഷ്ടമായാലും അവർക്കൊരു പ്രശ്നമല്ല. വേറെ എதை ഇഴந்தாலும் അവർക്ക് അത് പെരുസായി തോന്നാது. ആമേൻ. എന്നാൽ ആടുകൾ ചിതറുന്നതും ആടുകൾ നഷ്ടപ്പെടുന്നതും ഒരു ഇടയൻ ഒട്ടും സഹിക്കത്തില്ല. തങ്ങൾ മന്தை ആടുകൾ ചിതറടിക്കപ്പെടുമ്പോൾ അവരാൽ താങ്ക முடியாது. ഞാൻ 32 വർഷമായി സഭയുടെ പാസ്റ്ററാ. ഞാൻ 32 ആണ്ടുകളായി സഭ പോദകനാக இருக்கிறேன். എനിക്ക് വളരെ വേദനയുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് അധിക വേദന തന്ന അനുഭവങ്ങൾ இருக்கிறது. ഒന്നും പറയത്തില്ല, അതെല്ലാം ഞാൻ சொல்ல മാட்டேன். ഒരു മറുപടിയും പറയത്തില്ല, ഒരു ബദലും അങ്ങേ சொல்ல മാட்டேன். കർത്താവിന്റെ പാദപീഠത്തിൽ പോയിരിക്കും, ആണ്ടുടെ പാദത്തിൽ അമരുവേ, ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ആണ്ടുടത്തിൽ കേൾപ്പേൻ, ആണ്ടവരേ എന്തുകൊണ്ടാണപ്പാ ഏൻ ആണ്ടവരേ, അവരുടെ വാക്കുകളുടെ മുമ്പിൽ വേദനയോടുകൂടി പോയി കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. അവർ சொன்ன വാർത്തയെ കേട്ട് കണ്ണീരോട് ജെപിപ്പേ, ചിരിച്ച മുഖത്തോട് വന്ന് എല്ലാവരോടും ക്രൈസ്തലോട് പറയും. ആന വെളിയെ വന്ന് എല്ലാ സിരിപ്പോട് സന്തോഷമായി ചിരിച്ചോണ്ട് സ്തോത്രം എന്ന് ചൊല്ലുവേൻ, ചിരിച്ചോണ്ട് പറയും, സ്തോത്രം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. സിരിത്തുകൊണ്ടേ ചൊല്ലുവേൻ, കർത്താവ് നിങ്ങളെ ആശീർവദിപ്പാറാക. ഹൃദയത്തിൽ ഒത്തിരി വേദന, ആന ഉള്ളത്തിൽ അനേക വേദനകൾ ഇരിക്കും. ചിലപ്പോൾ ഭാര്യമാരോട് പറഞ്ഞത് ഭാര്യ സ്വന്തം ഭാര്യയോട് പോലും പറയത്തില്ലായിരിക്കാം. ചില വേളை മனைவியிடத்தில் சொந்த ബന്ധങ്ങളിடத்தில் சொல்ல மாட்டோம். സഹിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി കർത്തൃദാസന്മാരുണ്ട്, സഹിച്ചുകൊണ്ടേ പോകുന്ന അനേക ഊഴിയം ചെയ്യുന്ന ഊഴിയர்கள் இருக்கிறார்கள். എന്നാൽ ഒരു സത്യം ഞാൻ പറയട്ടെ, ആന ഒന്ന് ചൊല്ലുகிறேன், ഞങ്ങളുടെ വിശ്വാസം കൈവിടത്തില്ല. நாங்கள் எங்கள் விசுவாசத்தை விட்டு விலக மாட்டோம். ഞങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസം വിടത്തില്ല. எங்களுக்கு ஒப்புவிக்கப்பட்ட விசுவாசத்தை நாங்கள் விட்டு ഞങ്ങൾ விலக மாட்டோம். വിശ്വാസത്തെ പിടിച്ചു ഓടും. நாங்கள் விசுவாசத்தை பிடிப்போம். കടശി വരെ വിശ്വാസത്തെ പിടിച്ചോണ്ട് ഓടും. முடிவு வரையும் விசுவாசத்திலே முன்னேறுவோம். ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. எங்களுக்கு தெரியும், எங்களுக்காக கிரியை செய்கிற தேவன் ഞങ്ങൾ ஒருவர் இருக்கிறார். ജീവിക്കുന്നത് മനുഷ്യന്റെ ശബ്ദത്തിന്റെ മുമ്പിലല്ല, മനുഷ്യൻ சொல்லுகிற വാർത്തகளுக்காக நாங்கள் வாழவில்லை. മനുഷ്യന്റെ അപ്രിസിയേഷനിൽ സന്തോഷിക്കുന്നവരല്ല. മനുഷ്യരുടെ പാരാട്ടുക്കാக ഞങ്ങൾ വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ്. വിശ്വാസമായി വാഴുகிறവர்கள். ഞങ്ങളെ വിളിച്ചത് ഒരു മനുഷ്യനല്ല, ഞങ്ങളെ വിളിച്ചത് സ്വർഗ്ഗമാണ്. ഞങ്ങളെ അழைച്ചത് ഒരു മനുഷ്യനല്ല, ദേവാദി ദേവൻ. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, ക്രിസ്തു നിമിത്തം നീ സകലതും ഉപേക്ഷിച്ചിറങ്ങിത്തിരിക്കുമ്പോൾ, യേശുവുക്കാக നീ എല്ലാവற்றையும் ഇഴந்து നീ വന്നാൽ, ക്രിസ്തു നിമിത്തം നീ നിന്ദയും അപമാനവും സഹിക്കുമ്പോൾ, യേശുവുക്കാக നിന്ദയും അപമാനങ്ങളും നീ ക്രിസ്തു നിമിത്തം പല വിരൽ ചൂണ്ടുകളുടെ മുമ്പിൽ ശബ്ദമില്ലാതെ നിൽക്കുമ്പോൾ, ആമേൻ, അനേക ക്രിസ്തു നിമിത്തം ഉങ്ങളെ വിരൽ നീട്ടി പേശും പൊഴുது, ആമേൻ, മിണ്ടാതെ നിൽക്കുമ്പോൾ, നീ அமைதியாய் ഇதை സഹിക്കുമ്പോൾ, നീ തോറ്റെന്നല്ലതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നീ തോറ്റു പോനവനല്ല, നീ പരാജയപ്പെട്ടെന്നല്ലതിന്റെ അർത്ഥം. ആമേൻ, നിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയുണ്ട്, എരിഞ്ഞു കൊണ്ടിരിക്കുന്ന അഗ്നി ഇരിക്കുന്നത്, നിന്നിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഒരു അഭിഷേകം അത് നിന്നോട് പറയും, ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അഭിഷേകം നമുക്ക് ബോധിക്ക്, നീ കവലപ്പെടാതെ, ദേവൻ ഉന്നോട് ഇരിക്கிறார். ഇന്ന് രാത്രി ഇത് തന്നെയാണ് ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്. സഭയോട് ചൊല്ലുகிறேன், ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ദേവനുക്കാக നീ ഇറങ്ങി വന്ന് നിന്നയും അപമാനവും സഹിക്കേണ്ടി വന്നാലോ അവമാന നിന്ദയെ സഹിക്ക വേണ്ടി ഭാരപ്പെടരുത്. വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആരെല്ലാം കൈവിട്ടാലോ, ആരെല്ലാം ഉപേക്ഷിച്ചാലോ, ഒരു പെറ്റതള്ള മറന്നാലോ, പിള്ളയെ മറന്നാലും അവൻ നിന്നെ
മറക്കുകയില്ല. അവർ ഉന്നെ മറക്ക മാട്ടാർ. ഇത് വെറും ഒരു വാക്കല്ല ദൈവവേദന. ഇത് ഏതോ ചൊല്ല ഒരു വാർത്തയല്ല. എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. എനിക്ക് ഉണ്മയായി ചൊല്ല മുടിയും. പ്രസവിച്ച് രണ്ടാം ദിവസം ഉപേക്ഷിച്ചു പോയ കുഞ്ഞെന്റെ കയ്യിലുണ്ട്. അവൻ പെറ്റെടുത്ത രണ്ടാമത് നാളെ പിള്ളை വേണ്ടാമെന്ന് വിട്ടു പോன കുഴந்தை ഇന്ന് അറിയത്തില്ല അതിന്റെ അമ്മയാരാണ് അപ്പനാരാണ്. ഇன்றைக்கு அந்த കുഴந்தைയുടെ തായ് ഇത് ദൈവവചനത്തിന്റെ നിവർത്തിയാ ദൈവവേദന. വേദവചനം നിറവേറുന്നു. പെറ്റതല്ല മറന്നു വരോ. തായ് തൻ പിള്ളை മറപ്പാൻ. എന്നാൽ മറക്കാത്ത ഒരു അപ്പനുണ്ട്. മറക്കാത്ത ഒരു കർത്താവുണ്ട്. ആരെല്ലാം ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ആമേൻ. വിശ്വാസ കേൾവിയാലാണ് വരുന്നത്. ആമേൻ. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലാണ് വരുന്നത്. വേദവചനത്തിനാണ് വരും. അവനെ കൈവിടുകയില്ല. അവനെ കൈവിട മാട്ടാർ. എത്ര ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. യോബ് പറയുന്ന ഒരു സത്യമുണ്ട്. യോബ് ചൊല്ലുகிறான். ആമേൻ. അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനായി കാത്തിരിക്കും. അവർ എന്നെ കൊണ്ടുപോട്ടാൽ ഞാൻ അവരുടെ മേൽ നമ്പിക്കയായിരിക്കും. അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനായി കാത്തിരിക്കും. അവർ എന്നെ കൊണ്ടുപോട്ടാൽ അവരുടെ മേൽ നമ്പിക്കയായി കാത്തിരിക്കും. മരണമുഖാമുഖം കണ്ട മനുഷ്യൻ, മരണത്തെ നേരടിയായി കണ്ടവൻ, അവൻ ഇങ്ങനെ തന്റെ ജന്മദിവസത്തെ നോക്കി ശപിച്ചു എന്നുള്ളതല്ല, തന്റെ പിറന്നാളെ ശപിக்கிறான். എന്നാൽ അവന്റെ ജീവിതത്തിൽ അവസാനം അവൻ പറയുകയാണ്. കடைசிയായി അവൻ ചൊല്ലുகிறான். 42-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവൻ ഇങ്ങനെ പറയുക. 42 അധികാരത്തിൽ എവിടെ ചൊല്ലുகிறான்? എന്റെ കർത്താവേ, என்னுடைய ஆண்டவரே, ഞാൻ നിന്നെ പറ്റി ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ஆண்டவரே, உம்மை குறித்து காதினால் கேள்விதான் பட்டேன். എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ஆனா இப்போ நான் உம்மை பார்க்கிறேன் ஆண்டவரே. എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ஆண்டவரே, நான் உம்மை பார்க்க முடிகிறது ஆண்டவரே. ശരീരത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ശരീരത്തെ பார்க்கும்போது என்னால் பார்க்க முடிகிறது. കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. என் பிள்ளைகளை பார்க்கும்போது என்னால் உம்மை பார்க்க முடிகிறது. ഇത് അസാധ്യമെന്ന് സകലരും പറഞ്ഞതാണ്. யாம இது செய்ய முடியாதுன்னு अनेகர் சொன்னார்கள். ഇവൻ ഒരു എഴുന്നേൽപ്പില്ലെന്ന് സകലരും പറഞ്ഞതാണ്. இது எழுந்திருக்காதுன்னு अनेகர் சொன்னார்கள். ഇതോടുകൂടി ഇവൻ നശിച്ചു പോയെന്ന് സകലരും പറഞ്ഞതാണ്. ഇവൻ അഴിഞ്ഞു പോനാണെന്ന് എല്ലാവരും சொன்னார்கள். ഭാര്യ വരെ പറഞ്ഞു സകലരും തകർന്നു എന്ന്. മனைவி கூட சொல்லி എന്നെ വിട്ട് വിലകി പോനാள். എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം. ஆனா எனக்கு ஒன்று தெரியும். ഞാൻ കേട്ട ഒരു ശബ്ദമുണ്ട്. நான் கேட்ட ஒரு சத்தம் இருக்கிறது. ഞാൻ കേട്ട ഒരു ദൈവ ശബ്ദമുണ്ട്. நான் ஒரு தேவ சத்தத்தை கேட்டிருக்கிறேன். ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ദൈവ ശബ്ദം. യോബുവേ, ഞാൻ ഉന്നോട് ഇരിக்கிறேன் എன்கிற ഒരു ഇന്ന് രാത്രി അതേ ശബ്ദം ഇവിടെ കൂടി വന്നിരിക്കുന്ന സകല ദൈവമക്കളോട് ദൈവദാസന്മാരോടും വിളിച്ചു പറയുക. അതേ ശബ്ദം ഇങ്ങ് വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളോടും ഊഴിയരോടും சொல்லப்படுகிறது. ദൈവദാസന്മാരെ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദേവ ഊഴിയர்களെ കർത്താവ് നമ്മോട് ഇരിக்கிறார். ആമേൻ. ദൈവമക്കളെ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദൈവമക്കളെ, കർത്താവ് ഉങ്ങളോട് ഇരിக்கிறார். ക്രിസ്തു പറയുക, ആകാശവും ഭൂമിയും മാറിവിട്ടാലോ, വാനവും ഭൂമിയും മാറിനാലോ, ആമേൻ, എന്റെ വചനങ്ങൾ മാറുകയില്ല. വാർത്തകൾ മാറാതെ എന്ന് ചൊല്ലുന്നു. ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലോ, யாரெல்லாம் உங்களை கைவிட்டாலும் ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. ഞാൻ നിങ്ങളെ കൈവിട മാട്ടേൻ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര ദൈവപൈതലുണ്ട്? ആ വിശ്വാസത്തോട് നിനക്കൊന്ന് പ്രതികരിക്കുവാൻ തയ്യാറാണ്. ആ വിശ്വാസത്തോട് നിനക്കൊന്ന് പ്രതികരിക്കാമോ? എന്റെ കർത്താവേ, ഞാൻ നിന്നെ പിൻപറ്റാൻ തയ്യാറാണപ്പാ. ഇതുവരെ ഞാൻ നിന്നെ യേശു രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിന്നെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുവാൻ എത്ര ദൈവപൈതലുണ്ട്? ഞാൻ നിനക്കായി ജീവിക്കുമെന്ന് പറയുവാൻ ആരുണ്ട്? കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താമോ? ഞാൻ നിനക്കായി ജീവിക്കാമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഞാൻ യേശുവിനായി ജീവിച്ചുകൊള്ളാം. ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചുകൊള്ളാം. ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്തൊരു യേശുവിന് വേണ്ടി ഞാൻ ജീവിച്ചുകൊള്ളാം. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത യേശുവിന് വേണ്ടി ഞാൻ ജീവിച്ചുകൊള്ളാം. ഇന്ന് രാത്രി നിന്റെ കരത്തിൽ യേശു തൊടുകയാ. യേശു നിന്റെ തലയിൽ തൊടുകയാ. നിന്റെ കുടുംബത്തിൽ യേശുവിന്റെ കരസ്പർശനം ഉണ്ടാകുകയാ. നിന്റെ ജീവിതത്തിൽ മറുപടിയില്ലാത്ത പ്രശ്നങ്ങൾക്ക് അവന്റെ കര തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ ഇറങ്ങട്ടെ. നിന്റെ കുടുംബത്തിൽ ഇറങ്ങട്ടെ. നിന്റെ തലമുറകളുടെ മേൽ ഇറങ്ങട്ടെ. ദൈവം നിന്റെ ശരീരത്തിന്റെ മേൽ അവന്റെ കര തൊടട്ടെ. നീ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത മറുപടി ദൈവത്തിന്റെ കര ഇറങ്ങട്ടെ. ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കുവാൻ വിശ്വാസ കേൾവിയാൽ കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ കൃത്യമായി വിളിച്ചു പറഞ്ഞു. ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ഞാനൊരു കുരുടനാണ്. ഞാൻ
ഭിക്ഷ യാചിക്കുന്നവനാണ്. ഭിക്ഷയെടുക്കുന്നവനാണ്. എന്നെ അറിയുവാൻ ആരുമില്ല. எனக்கு யாரும் இல்லை. മറ്റുള്ളവർ തരുന്നത് കൊണ്ട് ഞാൻ കഷ്ടമാകുമെന്ന് ഞാൻ സങ്കടപ്പെടുകയാണ്. மற்றவர்கள் தருகிறது கொண்டு வாழ்க்கை நடத்தி கொண்டிருக்கிறேன். അവര് തരുന്നതായ ആ ചെറിയ നന്മ കൊണ്ട് ഞാൻ എന്റെ ജീവിതം നയിക്കുമ്പോൾ, അവർ തരുகிற சின்ன சின்ன காரியங்களை கொண்டு வாழ்க்கை நடத்தும் போது, ആർക്കും തരുവാൻ കഴിയാത്തൊരു പരിഹാരം തരാൻ നിനക്ക് മാത്രമേ കഴിയൂ. யாராலும் தர முடியாத பரிகாரத்தை தர உம்மால் மாத்திரமே முடியும் ஆண்டவரே. അവനെ വിളിച്ച് ചോദിച്ചു அவன் കഴിഞ്ഞു. அலறி கூப்பிட்டான். യേശു അവിടെ നിന്നു. இயேசு நின்றார். ഒരേ ഒരു ചോദ്യം ചോദിച്ചു. ஒரே ஒரு கேள்வி கேட்டான். ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം? நான் உனக்கு என்ன செய்ய അവൻ പറഞ്ഞു, வேண்டும் എനിക്ക് என்று கேட்டான். കാഴ്ച പ്രാപിക്കണം. அவன் சொல்கிறான், பார்வையடைய வேண்டும். ഇന്ന് രാത്രി നിന്റെ ആത്മീയ കണ്ണുകളൊന്ന് തുറക്കുവാൻ വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചു. ராத்திரியோட ஆவிக்குரிய கண்கள் திறக்கப்பட நீ എല്ലാ ஜெபம் பண்ணு. കണ്ണുകളും ദൈവസന്നിധാനത്തിൽ അടയട്ടെ. நம்ம எல்லாரும் கண்களை மூடுவோம். ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധാനത്തിൽ അടയട്ടെ. நம்ம எல்லாரும் കண்களை മൂടുவோം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. உங்களுக்காக ஜெபிக்க போகிறேன். മുഴങ്കാലിരിക്കുവാൻ ആഗ്രഹമുള്ളവർ മുഴങ്കാലിരുന്നാട്ടെ. முழங்கால்